കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക് 3 days and 3 nights എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു പിക്ചറൊക്കെ കാണാൻ സാധിക്കും. ഒരു റിസറക്ഷൻ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ റിസറക്ഷനോടുള്ള ബന്ധത്തിൽ അവിടെ കാണുന്ന ഒരു കല്ലറ് നമുക്ക് ഇതിന്റെ ഒരു ബാക്ക് സൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ, അതായത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഡെത്ത് ആൻഡ് ഹിസ് റിസറക്ഷൻ, അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്കിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പൊ അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ ഭാഗം ചിന്തിക്കുന്നത്. നമുക്ക് ആ കർത്താവ് യേശു ക്രിസ്തു എന്താണ് 3 days and 3 nights എന്നുള്ള വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു വാക്ക് എവിടെയാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും, സൺ ഓഫ് മാൻ ഇൻ ദ ഹാർട്ട് ഓഫ് ദി എർത്ത്. സൺ ഓഫ് മാൻ ഇൻ ദ ഹാർട്ട് ഓഫ് ദി എർത്ത്. ഇവിടെ കാണാൻ സാധിക്കും മാത്യു 12:38-40. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. Then certain of the scribes and of the Pharisees answered, saying, Master, we would see a sign from thee. 39 ഇങ്ങനെ കാണുന്നു. But he answered and said unto them, an evil and adulterous generation seeketh after a sign, and there shall no sign be given to it but the sign of the prophet Jonah. For as Jonah 14 ഇങ്ങനെ കാണുന്നു, for as Jonah was 3 days and 3 nights in the whale's belly, so shall the Son of Man be 3 days and 3 nights in the heart of the earth. ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കുറച്ച് ശാസ്ത്രിമാരും ഫരിസേയരും ദൈവത്തോട് ഒരു അടയാളം ചോദിക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരു അടയാളം ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു. അപ്പോൾ ഒരു ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾക്ക് ഒരു അടയാളം തരാനായിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് അതിന്റെ ഒരു ഉത്തരമായിട്ട് പറയുകയാണ്, ബട്ട് ഹി ആൻസർഡ് ആൻഡ് സെഡ് ടു ദം, ആൻ ഈവിൾ ആൻഡ് അഡൾട്ടറസ് ജനറേഷൻ. വളരെ ദുഷിച്ച ഒരു തലമുറയെ കുറിച്ചാണ് ഒരു അടയാളം ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റൊരു സൈന്യം എനിക്ക് തരാൻ ഇല്ല, എന്നാൽ തരാനുള്ളത് യോനയുടെ പ്രോഫറ്റ് ആയിരുന്ന ജോനയുടെ ഒരു സൈൻ മാത്രമാണ് നിങ്ങൾക്ക് തരാനുള്ളത്. മാത്രമാണ് അതിൽ എനിക്ക് തരാനുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. For as Jonah was 3 days and 3 nights in the whale's belly. നമ്മൾക്ക് ഏകദേശം, അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ജോന എന്ന പ്രോഫറ്റിന് സംഭവിച്ചത്. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം, അറിയാത്തവരുണ്ടാവില്ല. എങ്കിലും എന്തായിരുന്നു സംഭവിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ, ജോന ഒരു പ്രോഫറ്റ് ആയിരുന്നു. ജോനയെ ജോനയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ജോനയോട് ദൈവം പറയുന്നു, നീ നിനവയിൽ പോയി അവിടെയുള്ള ജാതികളായിട്ടുള്ള ലോകത്തോട്, അല്ലെങ്കിൽ ആ ജനതയോട് നീ സുവിശേഷം അറിയിക്കണം, നീ അവിടെ ചെന്ന് പ്രസംഗിക്കണം എന്ന് ദൈവം അരുളി ചെയ്യുന്നു. എന്നാൽ ജോന അതെല്ലാം വിട്ടുകൊണ്ട് അവൻ തർശീഷ് എന്ന കപ്പലിലേക്ക് വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് അവൻ തർശീഷിലേക്ക് ഉള്ള കപ്പലിൽ കയറുന്നു. ദൈവം ഇതറിയുന്നുണ്ട്. അതിനുശേഷം കടലിന്റെ നടുക്കോ മറ്റു കടലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ഒരു കാറ്റും തിരമാലയൊക്കെ അടിച്ച് ആ കപ്പലിനെ ഇല്ലാതെയാക്കുവാനായിട്ട്, അല്ലെങ്കിൽ കപ്പൽ ആടി ഉലയുവാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ കപ്പലിലുള്ള ആൾക്കാരൊക്കെ ചിന്തിച്ചു, ഇത് എന്തുകൊണ്ട് നമ്മൾക്കിത് വന്നു? അങ്ങനെ അവർ ചീട്ടിടുന്നു. ചീട്ട് വീണത് യോനയ്ക്കായിരുന്നു. അങ്ങനെ ലോട്ട് വീണത് ജോനയ്ക്കാണ്. ജോന വളരെ അടുത്തിട്ട് വളരെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എന്ന് നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. അങ്ങനെ ജോനയെ കണ്ടെത്തുന്നു. ജോനയോട് ചോദിച്ചു, ഇത് എന്തുകൊണ്ട് നിനക്ക് ഇത് സംഭവിക്കുന്നു? നീ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, എന്താണ് കാരണം? ജോന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ കടലിലേക്ക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും, കപ്പൽ ആടി ഉലയത്തില്ല, ഇതെല്ലാം നിന്ന് പൊക്കോളും എന്ന് ജോന പറയുന്നു. അങ്ങനെ ജോന എടുത്ത് കടലിലേക്ക് ഇടുന്നു. ജോന മുങ്ങി താഴുന്നു. എന്നാൽ ദൈവം അവിടെ ഒരു തിമിംഗലത്തെ, അതാണ് ഇവിടെ കാണുന്ന വെയിൽ എന്നുള്ള ഒരു വേർഡ്. അപ്പം അങ്ങനെ തിമിംഗലത്തെ ജോനയെ വിഴുങ്ങുവാനായിട്ട്, സ്വാലോ ചെയ്യുവാനായിട്ട് അയക്കുന്നു. അങ്ങനെ ജോന തിമിംഗലത്തിന്റെ വായിൽ പോകുന്നു. അങ്ങനെ വയറ്റിലേക്ക്, തിമിംഗലത്തിന്റെ വയറ്റിൽ ചെല്ലുന്നതാണ് വെയിൽസ് ബെല്ലി എന്ന് കാണുന്നത്. അങ്ങനെ യോന അവിടെ ചെന്ന് പ്രാർത്ഥന ആരംഭിക്കുന്നു. നമ്മളത് പഠിക്കുമ്പോൾ കാണാം, 3 രാവും 3 പകലും ജോന ആ വെയിലിന്റെ, തിമിംഗലത്തിന്റെ, ഇത്രയും ഭീമാകാരമായ ഒരു വലിയൊരു ഒരു ആനിമലിന്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാമലിന്റെ, ലാർജസ്റ്റ് മാമൽ ആണല്ലോ ഇൻ ദ വേൾഡ്. അപ്പോൾ അത്രയും
വലിയൊരു ഭീമാകാരമായിരിക്കുന്ന ഒരു കപ്പലൊന്നും ഒന്നുമല്ല അതിന് എന്ന് നമുക്കറിയാം. അത്രമാത്രം വലിയ ഒരു വെയിലാണ്. ഒബിയസ്ലി വെയിൽ അങ്ങനത്തേതാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. 3 രാവും 3 പകലും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഈ 3 രാവും 3 പകലിനും ശേഷം അവനെ ദൈവം ജോനയെ കൊണ്ട് തന്നെ, ഈ വെയിലിനെ കൊണ്ട് തന്നെ, ഈ തിമിംഗലത്തെ കൊണ്ട് തന്നെ നിനവയിൽ കൊണ്ടുവന്ന് വോമിറ്റ് ചെയ്യിപ്പിച്ച് അവിടെ ഇറക്കുന്നു. വേറെ വണ്ടിക്കൂലി ഒന്നും കൊടുക്കേണ്ട വന്നിട്ടില്ല എന്ന് കാണാം. അങ്ങനെ ഡയറക്റ്റ് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് അവിടെ എത്തിക്കുന്നു. അതായിരുന്നു ജോന അവിടെ ചെന്ന് പിന്നീട് ജോന തന്നോട് പറഞ്ഞ പ്രസംഗമൊക്കെ നിനവയിലുള്ള ജനതയോട് അറിയിക്കുന്നു. ഇതാണ് ജോനയുടെ വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് പിന്നീട് വായിക്കുവാണെങ്കിൽ കുറെ കൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ 3 രാവും 3 പകലും എങ്ങനെയാണോ ജോന പ്രാർത്ഥിച്ച് ദൈവം അവന് വിടുതൽ കൊടുത്തു, അതുപോലെ ആ ഒരു ദിവസം, ആ ടൈം ലൈൻ ആണ് ഇവിടെ പറയുന്നത്, ടൈം ലിമിറ്റ് ആണ്. 3 ഡേയ്സും 3 നൈറ്റ്സും എങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്ത് യോനയെ തിമിംഗലം കൊണ്ടുവന്ന് നിനവയിൽ കൊണ്ടെത്തിച്ചത്, അതുപോലെ സോ ഷാൽ ബി, ആ ടൈം ആണ് ഇവിടെ പറയുന്നത്. സോ ഷാൽ ദി സൺ ഓഫ് മാൻ ബി 3 years. അങ്ങനെ 3 രാവും ഇൻ ദ ഹാർട്ട് ഓഫ്, അതായത് സൺ ഓഫ് മാൻ, അത് മനുഷ്യപുത്രൻ ഭൂമിയുടെ ഹൃദയത്തിൽ ഇരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഹാർട്ട് ഓഫ് ദി എർത്തിനെ കുറിച്ച് നമ്മുടെ സൗറിന് എടുത്തിരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞിരുന്നതാണ്, എങ്ങനെയാണ് ജീസസ് വെൻ ടു ഹെൽ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിച്ചതായിരുന്നു. അപ്പോൾ അതാണ്, ആ വിഷയമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 രാവും 3 പകലും ദൈവം അവിടെ ആയിരുന്നു എന്ന്, അവിടെ അങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ചാണ് ഇവിടെ കർത്താവ് ശാസ്ത്രിമാരോടും ഫരിസയരോടും പറഞ്ഞത്. ഇനി മറ്റു ഗോസ്പൽസിൽ എന്താണ് ഈ 3 ഡേയ്സിനെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. അവിടെ ഒന്നാമത്തേതായിട്ട് കാണാൻ സാധിക്കും, in 3 days. ഒന്ന് John 2:19, Jesus answered and said unto them, destroy this temple, and in 3 days I will raise it up. അവിടെയുള്ളവര് അവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാണ്, യഹൂദന്മാരോടും മറ്റുള്ളവരോടൊക്കെ എല്ലാവരോടും ചേർത്ത് പറഞ്ഞതാണ്, ഈ ആലയത്തെ അല്ലെങ്കിൽ ഈ മന്ദിരത്തെ പൊളിക്കും, അങ്ങനെ 3 ദിവസം കൊണ്ട് ഞാൻ ഇത് പണിയും എന്ന് അവിടെ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലായില്ല. അവരും മന്ദിരം പൊളിക്കുമെന്നാണ് അവർ വിചാരിച്ചത്, അതാണ് അവർ ലിറ്ററലി മീൻ ചെയ്തത്. പക്ഷെ ആക്ച്വലി അതല്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ഇനി രണ്ടാമത് നോക്കാം. ആഫ്റ്റർ 3 days ഇവിടെ കാണാൻ സാധിക്കും, മാർക്ക് 8:31 ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഹി ബിഗാൻ ടു ടീച്ച് ദം ദാറ്റ് ദ സൺ ഓഫ് മാൻ മസ്റ്റ് സഫർ മെനി തിങ്സ് ആൻഡ് ബി റിജക്റ്റഡ് ഓഫ് ദി എൽഡേഴ്സ് ആൻഡ് ഓഫ് ദി ചീഫ് പ്രീസ്റ്റ് ആൻഡ് സ്ക്രൈബ്സ് ആൻഡ് ബി കിൽഡ് ആൻഡ് ആഫ്റ്റർ 3 days റൈസ് അഗെയിൻ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ്. ഇവിടെയും കാണാൻ സാധിക്കും, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവരെ കൊല്ലും, 3 നാൾ ശേഷം, അതാണ് ആഫ്റ്റർ 3 days റൈസ് അഗൈൻ, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ നോക്കുമ്പോൾ തേർഡ് ഡേ, ലൂക്ക് 24:46 ഇങ്ങനെ കാണുന്നു, and said unto them, thus it is written, and thus it behooved Christ to suffer and to rise from the dead the third day. അത് കർത്താവ് യേശുക്രിസ്തു അവൻ കഷ്ടം അനുഭവിക്കും, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, മരണത്തെ വെന്ന് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ലൂക്ക് 24:46. അപ്പം ഇവിടെയും ദ തേർഡ് ഡേ, 3 നാൾ എന്നുള്ള വേർഡ് നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കും. ഇനിയും എന്താണ് ഈ 3-ാം നാൾ, അല്ലെങ്കിൽ 3 നാളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പലരും നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇട്ട ക്വസ്റ്റ്യൻസിൽ നമ്മൾ പലരും വോട്ട് ചെയ്തിരുന്നു. വോട്ട് ചെയ്തതിൽ എല്ലാവരും തന്നെ ഫ്രൈഡേ എന്നുള്ള ഒരു വേർഡാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണം എന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞത്, തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ടുള്ളത് ഫ്രൈഡേ ആണ്. അങ്ങനെയെങ്കിൽ ഫ്രൈഡേ ആണ്, ഈ ലോകപ്രകാരം നോക്കുമ്പോൾ ഫ്രൈഡേ ആണ് എങ്കിൽ നമുക്ക് വചനത്തിൽ അങ്ങനെ ഒരു തെളിവുകൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലോകപ്രകാരം നോക്കുമ്പോൾ ഇവരെല്ലാവരും ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഈ ആഴ്ച അതിന്റെ ഒരു വീക്കും കൂടിയാണ്. അപ്പോൾ കഷ്ടാനുഭവങ്ങളുടെ ആഴ്ച കൂടിയാണ്. പലരും ഫാസ്റ്റിംഗ് എടുക്കുന്നവരുണ്ട്, വളർക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പലരും പല നിലകളിലാണ് ഇതിനെ കൊണ്ടാടുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രൈഡേ ആണ് ഈ ഒരു ദിവസം, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മരിച്ചത് ഫ്രൈഡേ ആണ് എങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് 3 days ഈ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വാക്ക് പ്രകാരം ജോനയുടെ
വയറ്റിൽ എങ്ങനെയാണോ ജോന 3 രാവും 3 പകലും ഇരുന്നത്, അതേപോലെ തന്നെ ആ ടൈം ലിമിറ്റ് കർത്താവ് യേശുക്രിസ്തു അനുഭവിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അത് ലിറ്ററലി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കർത്താവ് യേശുക്രിസ്തു എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്യൂസ്ഡേ ആയിരിക്കും ആ ഒരു സമയം, അല്ലെങ്കിൽ ട്യൂസ്ഡേ മോർണിംഗിലായിരിക്കും ഈ മേരിയയും അതുപോലെ തന്നെ മറ്റുള്ള മറിയമാരും മറ്റുള്ള വുമൻസ് എല്ലാവരും കൂടെ ചേർന്ന് സൺഡേ മോർണിംഗിൽ പോയതിന് പകരം അവർ പോകേണ്ട ദിവസം ഒബ്വിയസ്ലി ട്യൂസ്ഡേ മോർണിംഗ് ആയിരിക്കും. അത് 3 രാവും 3 പകലും കംപ്ലീറ്റ് ആകുമ്പോൾ, അങ്ങനെ വരുമ്പോൾ വചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമുക്ക് കാണുവാൻ സാധിക്കും ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വായിക്കുന്നുണ്ട്. ആ ദിവസമാണ് അവർ പോയെന്ന് കാണാം. ഒബ്വിയസ്ലി ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് സൺഡേ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അങ്ങനെ വരുമ്പോൾ ആ പറഞ്ഞതിന് ലിറ്ററലി നമ്മളൊരു ജസ്റ്റ് ഒരു വ്യൂ കൊടുക്കുവാണെങ്കിൽ കൂടെ അതിന് നമുക്കത് പൂർത്തീകരിക്കാൻ, ആ ഫ്രൈഡേ ആണതിന് അങ്ങനെ പോലും നമുക്ക് തെളിവ് തരാനായിട്ട് പറ്റില്ല എന്ന് നമുക്കത് ഇനിഷ്യലി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടെ ലിറ്ററലി നോക്കാം എന്താണ്, ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ജൂസ് ആൻഡ് ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് യൂസ് ടു സെലിബ്രേറ്റ് പാസ് ഓവർ ആൻഡ് ഡേയ്സ് ഓഫ് അൺലിവൻ ബ്രെഡ്. യഹൂദന്മാരും യേശുവിന്റെ ശിഷ്യന്മാരും അവര് പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ പാസ് ഓവർ എന്താണ്, അൺലിവൻ ബ്രെഡ് എന്താണ് എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. അവിടെ ഇങ്ങനെ കാണുന്നു, ലൂക്ക് 22:1-7 ഇങ്ങനെ കാണുന്നു. നൗ ദ ഫീസ്റ്റ് ഓഫ് അൺലിവൻ ബ്രെഡ് drew nigh, which is called the Passover. Then came the day of unleavened bread, when the Passover must be killed. ഇവിടെ കാണാൻ സാധിക്കും പാസ് ഓവർ ഡേ അല്ലെങ്കിൽ പാസ് ഓവർ എന്നൊരു ദിവസം, അൺലിവൻ ഡേ അല്ലെങ്കിൽ അൺലിവൻ ബ്രെഡ് എന്ന് പറയുന്നൊരു ഫീസ്റ്റ് ആണ്. ആ അൺലീവൻ ബ്രെഡിന്റെ ഫീസ്റ്റിലാണ് ആക്ച്വലി യഥാർത്ഥമായി പാസ് ഓവർ, അതായത് പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന ദിവസമാണ്. ഈ അൺലീവൻ ബ്രെഡിന്റെ ദിവസത്തിലാണ് പെസഹ കുഞ്ഞാടിനെ അറക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അതിന്റെ ലിറ്ററിലേക്ക് പോകുന്നുണ്ട്. ലിറ്റർ മീനിങ് എന്താണ് അതിന്റെ കറക്റ്റായിട്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ജ്യൂസും ഡിസൈപ്പിൾസും ഇവരിതെല്ലാം ആചരിക്കുന്നുണ്ട്. അപ്പൊ അൺലിവൻ ബ്രെഡ് എന്താണെന്ന് പഠിക്കണം. അതായത് അൺലിവൻ ബ്രെഡ് എന്ന് പറഞ്ഞാൽ, അൺലിവൻ ബ്രെഡിന്റെ ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അൺലിവൻ ബ്രെഡിന്റെ ഒരു ഫീസ്റ്റിന്റെ ഒരു വീക്ക് ഉണ്ടാവും. ഓക്കെ, അത് ഏത് ദിവസമാണെന്നൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഇനി നമ്മൾ കുറച്ച് ബാക്കിലോട്ട് പോകുന്നുണ്ട്. യഹൂദന്മാർ എന്താണ് അവർ ആക്ച്വലി പഴയ നിയമത്തിൽ ചെയ്തതെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അൺലിവൻ ബ്രെഡ് എല്ലാ മാസവും ഒരു വീക്ക് എപ്പോഴും അൺലിവൻ ബ്രെഡിന്റെ ഒരു ഫീസ്റ്റ് ആയിരിക്കും. ആ ഫീസ്റ്റ് തുടങ്ങുന്നത് പാസ് ഓവറോട് കൂടിയാണ്. ഓക്കെ, പാസ് ഓവർ എന്ന് പറയുന്നത് പെസഹ കുഞ്ഞായിട്ട് അറുക്കുന്നത് മുതൽ അത് ആരംഭിക്കുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് അൺലിവൻ ബ്രെഡിന്റെ ഫീസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇൻ ഓൾ ടെസ്റ്റ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, യെസ്, ദ വെരി നെക്സ്റ്റ് ഡേ ഓഫ് പാസ് ഓവർ ഈസ് ഹൈ ഡേ ഫോർ ആനുവൽ സാബത്ത്. അതായത് അടുത്ത ദിവസം ആനുവൽ സാബത്ത് ഇവിടെ കാണാൻ സാധിക്കും. ഹൈ ഡേ എന്നും ആനുവൽ സാബത്ത് എന്നൊക്കെ കാണുന്നുണ്ട്. ഇനി എന്താണെന്ന് പറയാൻ വരുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ലെവിറ്റിക്കസിൽ അവിടെ അതൊന്നും നമുക്ക് വായിക്കാം എന്താണെന്ന്. ലെവിറ്റിക്കസ് 23:5-7 ഇങ്ങനെ കാണുന്നു. 5 in the 14th day of the first month at even is the Lord's Passover. 6 and on the 15th day of the same month is the feast of unleavened bread unto the Lord. 7 days ye must eat unleavened bread. 7th വാക്യം, in the first day ye shall have a holy convocation, ye shall do not servile work therein. ഇവിടെ യഹൂദന്മാരോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്ത ഒരു കാര്യമാണ് പെസഹ എങ്ങനെ നിങ്ങൾ കഴിക്കണം, എങ്ങനെ അതിനെ ആചരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് 14-ാം ദിവസം. നോക്കണം, ആദ്യത്തെ മാസം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് മന്തിന്റെ 14-ാം ദിവസം ഈവനിങ്, അതാണ് ഈവൻ എന്ന് പറയുന്നത് ഈവനിങ് ആണ്. അന്നാണ് നിങ്ങൾ കർത്താവിന്റെ പെസഹ ആചരിക്കേണ്ടത് അന്ന് കാണാൻ സാധിക്കും. ഇനി 15-ാം ദിവസം മോർണിംഗിലോ 15-ാം ദിവസത്തിലോ നിങ്ങൾ കാണാൻ സാധിക്കും സെയിം മന്ത്, അതേ മാസത്തിന്റെ അടുത്ത ദിവസം നിങ്ങൾ ഫീസ്റ്റ് ഓഫ് അൺലിവൻ ബ്രെഡ് അൺടു ദി ലോർഡ്. അതായത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എങ്ങനെയാണ് ഇത് ആചരിക്കുന്നത് എന്നാണ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇത് ആരംഭിക്കുന്ന എപ്പോഴാണ്, ഈവനിങ്ങിലാണ്. അതാണ് ഈവൻ എന്ന് പറയുന്നത്, ഈവനിങ് ആണ്. അത് KJV അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഈവൻ തന്നെയാണ്. അപ്പം അത് ഈവനിങ്ങും തന്നെയാണ്. ഫസ്റ്റ് മന്തിന്റെ 14th ഡേയുടെ ഈവനിങ്ങിലാണ് ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഈ ഫീസ്റ്റ് ആരംഭിക്കുന്നത് ഒരു ഈവനിങ്ങിനോട് കൂടിയാണ് എന്ന് കാണാൻ സാധിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇനിയും മുന്നോട്ട് പറയുമ്പോൾ നമുക്ക് അത് ആവശ്യം വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് മന്തിന്റെ
14-ാം ദിവസം ഈവനിങ്. അപ്പൊ ഏതോ ഒരു ദിവസത്തിന്റെ ഒരു 14th ഡേയുടെ അത് ഏതെങ്കിലും ഒരു ദിവസമാകാം, അത് ഏതെങ്കിലും ഒരു ആഴ്ചയാവാം. അപ്പം ആ ദിവസത്തിന്റെ വൈകുന്നേരമാണ് ഇത് ആരംഭിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി മുന്നോട്ട് വരുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈവനിങ്ങിന് ആരംഭിക്കുന്നു. അടുത്ത ദിവസം അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ അൺലിവൻ ബ്രെഡ് ആചരിക്കുന്നു. അങ്ങനെ 7 ദിവസം നിങ്ങളത് കഴിക്കണം എന്ന് ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനതയോട് അറിയിക്കുന്നു. അപ്പോ ഇനിയും നമുക്ക് അത് അടുത്ത് നോക്കാം. അടുത്ത വാക്യത്തിൽ കാണുന്നു, ആദ്യത്തെ ദിവസം ഇൻ ദ ഫസ്റ്റ് ഡേ, അതായത് ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹോളി കോൺവൊക്കേഷൻ അവിടെ നടത്തണം എന്നും ദൈവം അരുളി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഒബ്സർവേഷൻസ് ബിഗിൻസ് അറ്റ് സൺസെറ്റ് ആൻഡ് എൻഡ്സ് അറ്റ് ദ സൺസെറ്റ് ഓഫ് വെരി നെക്സ്റ്റ് ഡേ. അതായത് ഈ ഒബ്സർവേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ദിവസത്തിന്റെ സൺസെറ്റിലാണ്, വൈകുന്നേരം. അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒബ്സർവൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ അത് എൻഡ് ചെയ്യുന്ന എപ്പോഴാണ്? അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കുന്ന വൈകുന്നേരം, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന എപ്പോഴാണോ, അത് 7 മണിയാകാം, 6 മണിയാകാം, 8 മണിയാകാം, അത് എങ്ങനെയാണോ അതിനൊരു ടൈം എന്തായാലും ഉണ്ട്, സംശയമില്ല. അപ്പൊ ആ സമയത്ത് തന്നെ അത് എൻഡ് ആവുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ഒരു ഡേ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഒരു ബിഗിനിങ്ങിന്റെ ഒരു ഡേയുടെ ഈവനിങ്ങിൽ ഇത് ആരംഭിക്കുന്നു, അടുത്ത ഈവനിങ്ങിൽ ഇത് എൻഡ് ആവുന്നു. അങ്ങനെ ആകുമ്പോഴാണ് ഇത് 1 ഡേ ആയിട്ട് നമ്മൾ ജ്യൂസിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇനിയും അങ്ങോട്ട് വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ജനുവരിയിലാണെന്ന് തോന്നുന്നു 2 സെക്ഷനായിട്ട് തന്നെ 2 വീക്ക് അടുപ്പിച്ച് എടുത്തിരുന്നു. എന്താണ് സാബത്ത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. ആരാണ് സാബത്ത് ആചരിക്കുന്നത് എന്നും പഠിച്ചു. സാബത്ത് നമുക്കറിയാം വളരെ ഷോർട്ടാണ്. അവിടെ ആ ദിവസങ്ങൾ ഒരു വർക്കും ഒന്നും ചെയ്യാൻ പാടില്ല, റെസ്റ്റ് മാത്രമാണ്. സാബത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റെസ്റ്റ് ഡേ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ആനുവൽ സാബത്ത് എന്താണ്? ദർ ഇസ് എ റെസ്റ്റ് ഡേ കോൾഡ് ഹൈ ഡേ. അതായത് ആനുവൽ സാബത്ത് എന്ന് പറയുന്നത് എല്ലാ വർഷത്തിന്റെയും ആദ്യത്തെ മാസം ആണ് ആനുവൽ സാബത്ത് ആയിട്ട് ആചരിക്കുന്നത്. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വർഷത്തിന്റെ ആദ്യത്തെ മാസം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് മന്ത്, അതാണ് മുമ്പേ വായിച്ചത്, ഫസ്റ്റ് മന്തിന്റെ 14th ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ മാസമാണ് ഇത് ആക്ച്വലി ആനുവൽ സാബത്ത്. ആദ്യത്തെ മാസത്തിൽ ഒരു വീക്ക് ഉണ്ട്, അതാണ് സാബത്തിന് അല്ലെങ്കിൽ അൺലിവൻ ബ്രെഡിന്റെ ഫീസ്റ്റ് എല്ലാ മാസവും ഉണ്ട്. ഫസ്റ്റ് മന്തിൽ ഈ അൺലിവൻ ബ്രെഡിന്റെ ഒരു ഫീസ്റ്റ് നടക്കും ആ ഒരു വീക്കിൽ, അത് ഏതെങ്കിലും ഒരു വീക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആരംഭിക്കുമ്പോൾ ആ വീക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ 2 സാബത്ത് ഉണ്ടാവും. അതായത് വീക്ക്ലി സാബത്തും ഉണ്ടാവും, ആനുവൽ സാബത്തും ഉണ്ടാവും. അപ്പം വീക്ക്ലി സാബത്ത് ഒബ്വിയസ്ലി സാറ്റർഡേ തന്നെയാണ് ആചരിക്കുന്നത് എന്ന് കാണാം. എന്നാൽ ആനുവൽ സാബത്ത് അതിന് മുൻപ് തന്നെ, ആ വീക്കിൽ അതിന് മുമ്പായിട്ട് തന്നെ, സാറ്റർഡേക്ക് മുമ്പ് തന്നെ ഒരു ദിവസം ആചരിക്കുന്നതായിട്ട് കാണാം. അതാണ് ആനുവൽ സാബത്തിന്റെ പ്രത്യേകത. അപ്പോൾ അതിലുള്ള ഒരു വേർഡാണ് ഹൈ ഡേ എന്ന് പറയുന്നത്. ഹൈ ഡേ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡേ. അതിനും സ്പെഷ്യൽ മീനിങ് ഒന്നുമില്ല, റെസ്റ്റ് ആണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല. ലൈക്ക് സാബത്ത് എങ്ങനെയാണോ വീക്കിലി സാബത്ത് സാറ്റർഡേ ഉള്ള പോലെ തന്നെയാണ് അതിന് മുമ്പുള്ള ഒരു ദിവസം. അത് ഏത് ദിവസം നമ്മൾ ഇനി പഠിക്കും. അപ്പോൾ അവിടെ ഹൈ ഡേ ആയിട്ട് ആചരിക്കും. ഹൈ ഡേ മീൻസ് അതൊരു റെസ്റ്റ് ഡേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, മറ്റൊരു മീനിങ്ങും അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അതാണ് ഹൈ ഡേ എന്ന് പറയുന്നത്. ഇനി ഹൈ ഡേ ഇൻ ആനുവൽ സാബത്ത്. ആനുവൽ സാബത്തിലുള്ള ഹൈ ഡേ കുറിച്ച് നോക്കാം. ജോൺ 19:31 നമുക്ക് കാണുവാനായി സാധിക്കും. ദ ജ്യൂസ് therefore, because it was the preparation that the body should not remain upon the cross on Sabbath day, for that Sabbath day was a high day, besought Pilate that their legs might be broken and that they might be taken away. ഇത് നമുക്ക് പരിചയമുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ, ഇൻക്ലൂഡിങ് 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടക്കുന്ന ഒരു സമയം അവർ ജ്യൂസ് പറയുകയാണ്. ബിക്കോസ് ഇറ്റ് വാസ് ദ പ്രിപ്പറേഷൻ ആണ്, അതായത് ഒരുക്കനാളാണ്. അതിനെ മലയാളത്തിൽ കൊടുത്ത ഒരുക്കനാൾ എന്നുള്ള ശരിക്കും അവിടെ പ്രിപ്പറേഷൻ ആണ്. ശരിക്കും അത് പാസ്ഓവറിന്റെ ദിവസമാണ് ആ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം ദാറ്റ് ദ ബോഡി ഷുഡ് നോട്ട് റിമെയിൻ അപ്പോൺ ദ ക്രോസ് ഓൺ ദ സാബത്ത് ഡേ, അതായത് അടുത്ത ദിവസം എന്ന് പറയുന്നത് സാബത്ത് ഡേ ആണ്. വളരെ കൃത്യമായിട്ട് KJV കൊടുത്തിട്ടുണ്ട്. ഫോർ ദാറ്റ് സാബത്ത് ഡേ വാസ് എ ഹൈ ഡേ. നമ്മളിപ്പോ പഠിച്ച ഹൈ ഡേ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നത് ആ ദിവസം സാബത്ത് ഡേ, ആ ദിവസമാണ് ഹൈ ഡേ ആയിട്ട് കണക്കാക്കുന്നത്. അടുത്ത ദിവസം ഹൈ ഡേ ആണ് എന്ന് അവര് മെൻഷൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? അതുകൊണ്ട് തന്നെ ബോഡി ഒരിക്കലും, അതായത് കർത്താവിന്റെ ശരീരം ഉൾപ്പെടെ അവിടെയുള്ള ബോഡീസ്, അതായത് അവിടെയുള്ള ശരീരങ്ങൾ അവര് ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ജോൺ 19 കാണാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു ഭാഗം അതിനെക്കുറിച്ച് ഒരു ചോദ്യം പോലെ നമ്മൾ കണ്ടിരുന്നു എന്താണ് എന്നുള്ളത്. അപ്പോൾ 2 കള്ളന്മാരുടെ ലെഗുകൾ മുറിക്കുന്നു, അതാണ് ഇവിടെ കാണുന്നത്. പീലാത്തോസിന്റെ അനുവാദം വാങ്ങിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ അവരുടെ കാല് മുറിക്കാൻ എന്ത് കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാലും അവിടെയെല്ലാം പീലാത്തോസിന്റെ അനുവാദം വേണം. അവര് അനുവാദം വാങ്ങിക്കുന്നു. their legs might be broken, അതായത് 2 കള്ളന്മാരുടെ കാല് മുറിക്കുന്നുണ്ട്, കാണാൻ സാധിക്കും. ഒന്നാമത്തവന്റെയും പിന്നീട് രണ്ടാമത്തവന്റെയും മുറിക്കുന്നു. അങ്ങനെ മുറിച്ചതിന് ശേഷം അവിടെ പെട്ടെന്ന് അവരുടെ ബോഡി എന്താവും, മരണത്തിലേക്ക് വീഴും. അവർ മരിച്ചില്ല എന്നുള്ള അവർക്കറിയാം, കൃത്യമായിട്ട് അവർക്കറിയാം അവർ മരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ആ വേദന അവരും അനുഭവിക്കുകയാണ്. എന്നാൽ മറ്റ് കർത്താവ് യേശുക്രിസ്തുവിന്റെ വേദന പോലെയല്ല, അവർക്കും അതിൻ്റെതായിട്ടുള്ള വേദന, അവർ ചെയ്തതിന് ശിക്ഷ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മരണം എത്രയും വേഗമാക്കണം. കാരണം അടുത്ത ദിവസം വൈകുന്നേരം നമ്മൾ ആരംഭിക്കുന്നത് അവരുടെ ഹൈഡേയാണ്. അവിടെ ഒരിക്കലും ഒന്നും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, റെസ്റ്റ് തന്നെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരുടെ ബോഡി മറവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരുടെ മരണം ഉറപ്പാക്കണം. അതിനു വേണ്ടിയിട്ടാണ് പീലാത്തോസിന്റെ അനുവാദം വാങ്ങിച്ച് അവരുടെ കാല് മുറിക്കുന്നു. കാല് മുറിക്കുമ്പോൾ നമ്മളന്ന് ചിന്തിച്ച പ്രകാരം ഓക്സിജൻ അവർക്ക് ശ്വാസം കിട്ടാതെ വരുന്നു. അങ്ങനെ പെട്ടെന്ന് അവര് മരണത്തിലേക്ക് വീഴുകയാണ് ഉണ്ടാകുന്നത്, തൂങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ അവര് മരിക്കുക. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ ആ സമയത്ത് വന്നപ്പോൾ അവൻ മരിച്ചതായിട്ട് അവർ കാണുന്നു. കാരണം അതിന് മുമ്പ് തന്നെ കർത്താവ് യേശുക്രിസ്തു തന്റെ പ്രാണനെ പിതാവിന്റെ അടുക്കൽ ഏൽപ്പിക്കുന്നുണ്ട്. ജോൺ 19:31 മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ 29 വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതവര് മനസ്സിലാക്കുന്നു. അങ്ങനെ അവരും ക്രിസ്തു മരിച്ചു എന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ കാല് ഒടിച്ചതായിട്ട് കാണുന്നില്ല. എന്നാൽ ഈ ഒടിച്ചത് 2 കള്ളന്മാരുടെയാണ് എന്ന് നമുക്ക് ജോൺ 19:31 വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ മരണം ഉറപ്പാക്കുന്നു. നമുക്കവിടെ കാണാൻ സാധിക്കും അതൊരു ട്യൂസ്ഡേ ഈവനിങ്ങിലാണ് സംഭവിച്ചത്. നമുക്ക് അതിന്റെ കുറച്ചൊരു പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ട്യൂസ്ഡേ ഈവനിങ്ങിലാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം 3 days 3 nights അത് കംപ്ലീറ്റ് ആയി കറക്റ്റ് ആ ഒരു ഡേറ്റ് വരണമെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ അത് ട്യൂസ്ഡേ ഈവനിങ്ങിലാണ് ഇതിന്റെ ആരംഭം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഇൻ ദ ഇയർ വെൻ ജീസസ് ഡൈഡ് ദ പാസ്ഓവർ ബിഗാൻ ഓൺ എ ട്യൂസ്ഡേ ഈവനിങ്. അതായത് ട്യൂസ്ഡേ ഈവനിങ്ങിൽ ഒരുക്കനാള് അത് അങ്ങനെ പാസ് ഓവർ ആരംഭിക്കുകയാണ്. ആക്ച്വലി അതിന്റെ ദിവസം ആരംഭിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇനി വെനസ്ഡേ ഈവനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വൈൽ ദ ഹൈ ഡേ in that annual Sabbath എന്താണ് mentioned above has started on a Wednesday evening. Then ഇപ്പോൾ കാണാൻ at the sunset and ended at Thursday evening at sunset. അതായത് ആനുവൽ സാബത്ത് ആരംഭിക്കുന്നത് വെനസ്ഡേ ഈവനിങ് ആണ്. അതായത് ട്യൂസ്ഡേ ഈവനിങ്ങോട് കൂടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈവനിങ്ങിൽ ഇനി പഠിക്കുന്നുണ്ട് നമ്മൾ. ഇനി അതിന്റെ ഒരു 1, 2, 3 ആയിട്ട് നമ്മൾ ഇനി അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇത് ഏകദേശം വെനസ്ഡേ ആണ്. വെനസ്ഡേ ഇനി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ പഠിക്കുന്നു. അപ്പോൾ വെനസ്ഡേ ഈവനിങ്ങോടുകൂടി ആനുവൽ സാബത്ത് ആരംഭിക്കുന്നു. അതിനുശേഷം അറ്റ് സൺസെറ്റ് ആൻഡ് എൻഡഡ് അറ്റ് ഓൺ തേഴ്സ്ഡേ ഈവനിങ് സൺസെറ്റ്. അപ്പം നമ്മുടെ യഹൂദന്മാരുടെ ആചാരപ്രകാരം ഈ ഫീസ്റ്റ് ആരംഭിക്കുമ്പോൾ എപ്പോഴും പെസഹ പെരുന്നാൾ ആചരിക്കുന്ന സമയത്ത് അൺലീവൻ ബ്രെഡിന്റെ പെരുന്നാൾ ആചരിക്കുമ്പോൾ പെസഹ ആചരിക്കേണ്ടുന്ന വിധം ഇങ്ങനെയാണ്. ഒരു ഈവനിങ് സൺസെറ്റിൽ ആരംഭിക്കുന്നു, അടുത്ത ഈവനിങ്ങോടുകൂടി ആ ദിവസം എൻഡ് ആവുന്നു. നമ്മുടെ നോർമൽ ഡേ എന്ന് പറയുന്നത് മോർണിംഗ് ഈവനിങ് ആണ്. പക്ഷെ ജ്യൂസിന്റെ അവര് ആചരിക്കുന്ന രീതി വെച്ച് അവരുടെ നമ്മൾ പഠിച്ച പോലെ ലെവിറ്റിക്കൽസ് കണ്ടിട്ടുള്ള ആ രീതി വെച്ച് അവരെപ്പോഴും ഒരു ഈവനിങ്ങിലാണ് അവർ ആരംഭിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് അവർ തന്നെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. കർത്താവ് പുതിയ നിയമത്തിലും അതിന് മാറ്റമൊന്നുമില്ല. കാരണം ആ ആൾക്കാർ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പുതിയ നിയമത്തിലും. അതുകൊണ്ടാണ് ഇവരിപ്പോഴും അത് ആചരിക്കുന്നതായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ. ജ്യൂസ് അവിടെ ഉണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ തേഴ്സ്ഡേയിൽ കാണാൻ സാധിക്കും. ആനുവൽ സാബത്ത് ആണ് തേഴ്സ്ഡേ വരിക. അതായത് വെനസ്ഡേ ഈവനിങ് ടു തേഴ്സ്ഡേ ഈവനിങ്. അപ്പൊ ഒബിയസ്ലി തേഴ്സ്ഡേയുടെ അണ്ടറിലാണ് അത് വരിക. തേഴ്സ്ഡേയിലും ആനുവൽ സാബത്ത് ഉണ്ട്. ദെൻ ഫ്രൈഡേയിലോട്ട് വരുമ്പോൾ കാണാം. സോ ഫ്രൈഡേ ഇൻ ദാറ്റ് ഇയർ എന്താണ് ലൈസ് ബിറ്റ്വീൻ 2 സാബത്ത്. അതായത് 2 സാബത്തിന്റെ ഇടയ്ക്കാണ് ആ ആഴ്ചയിലെ, അതായത് ആ വർഷത്തിന്റെ ആദ്യത്തെ മാസം ഉള്ള ആ ആഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എങ്ങനെയാണ് 2 സാബത്തിന്റെ ഇടയ്ക്കാണ് ആ ഫ്രൈഡേ സ്പെഷ്യലി വെള്ളിയാഴ്ച വരുന്നത് 2 സാബത്തിന്റെ ഇടയ്ക്കാണ്. ഒന്ന് ആനുവൽ സാബത്തിന്റെയും അതുപോലെ ഒന്ന് വീക്ക്ലി സാബത്തിന്റെയും. അത് സാറ്റർഡേ നമുക്ക് വരുമ്പോൾ കാണാം ദ വീക്ക്ലി സാബത്ത് ഓൺ സാറ്റർഡേ. അതാണ് ഈ ഒരു വിഷയത്തിൽ ഒരു ജസ്റ്റ് ഒരു ചാർട്ട് പോലെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിന്റെ ഒരു
അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നീങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ടൈം ലൈൻ ഇൻ ഡീറ്റെയിൽ. ട്യൂസ്ഡേ ഈവനിങ്, അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ആ രാത്രി എന്നത് നമുക്ക് ട്യൂസ്ഡേ ഈവനിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ 3 days 3 nights കംപ്ലീറ്റ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസം തന്നെയാണ് കൊണ്ടുപോയത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ട. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ട്യൂസ്ഡേ ഈവനിങ് എന്ന് കാണാൻ പറ്റില്ല. ബട്ട് നമ്മൾ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അവർ പോകുന്നതും അതിനോട് മുമ്പായി ആ 3 days 3 nights കംപ്ലീറ്റ് ആകണം. എല്ലാം കൂടെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ട്യൂസ്ഡേ ഈവനിങ് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നാൽ. ട്യൂസ്ഡേ ഈവനിങ് കാണാം, ജീസസ് സെലിബ്രേറ്റഡ് പാസ് ഓവർ വിച്ച് ഹാപ്പൻ റൈറ്റ് ആഫ്റ്റർ സൺസെറ്റ്. അതായത് സൺസെറ്റ് കഴിഞ്ഞ്, അതായത് ട്യൂസ്ഡേ ഈവനിങ് സൺസെറ്റ് കഴിഞ്ഞ്, അതായത് സൂര്യൻ അസ്തമിച്ച ശേഷമാണ് ഈ പെരുന്നാൾ ആരംഭിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതാണ് ലൂക്ക് ചാപ്റ്റർ 22 13 to 15, 13 മുതൽ 15 വരെ ഉള്ള ഭാഗം. ലൂക്കോസിന്റെ സുവിശേഷം 22 13 മുതൽ 15 വരെ. ഇവിടെ ഇങ്ങനെ കാണുന്നു 13 ഇങ്ങനെയാണ്, and they went and found as he had said unto them, and they made ready the Passover. ഇവിടെ കാണാം നെക്സ്റ്റ് 14 വരുമ്പോൾ, and when the hour was come, he sat down and the 12 apostles with him. Then 15 വരുമ്പോൾ, and he said unto them, with desire I have desired to eat this Passover with you before I suffer. ഇവിടെ കാണാം കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി അവിടെ പാസ് ഓവർ, അതായത് പെസഹ ആചരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ തന്റെ 12 ശിഷ്യന്മാരുമായിട്ട് വന്ന് ഇരിക്കുന്നതായിട്ടും മണിക്കൂർ വരുന്നു. അങ്ങനെ കർത്താവ് 12 അപ്പോസ്തലന്മാർ ഒന്നിച്ചിരിക്കുന്നു. അങ്ങനെ അവരോട് പറഞ്ഞു, ഇതെന്റെ ആഗ്രഹത്താൽ വിത്ത് ഡിസയർ ഞാൻ നിങ്ങളോടുകൂടെ കഴിക്കുന്ന എന്നെ ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പ്, ഞാൻ പീഡകൾ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോട് കൂടെ ഇരിക്കുന്ന എന്റെ ആഗ്രഹപ്രകാരം ഞാൻ നിങ്ങളോട് കൂടെ ഈ പാസ് ഓവർ, അതായത് ഈ പെസഹ ഞാൻ ആചരിക്കുന്നു, ഞാൻ കഴിക്കുന്നു എന്ന് അവിടെ കാണാം. അത് കൃത്യമായിട്ട് മലയാളത്തിൽ നോക്കുമ്പോൾ കാണാം. അപ്പൊ ഇതാണ് വിത്ത് ഡിസയർ, ഞാൻ എന്റെ ആഗ്രഹത്തിൽ ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ബിഫോർ ഐ സഫർ എന്ന് പറഞ്ഞ് ഡെഫിനറ്റ്ലി ഞാൻ പീഡ അനുഭവിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒപ്പം ഇരുന്ന് ഞാൻ ഈ പാസ് ഓവർ കഴിക്കുന്നു എന്ന് ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു. നെക്സ്റ്റ് ഇനി നമുക്ക് ട്യൂസ്ഡേ ഈവനിങ് കഴിയുന്നു. അതിനുശേഷം റൈറ്റ് ആഫ്റ്റർ ദ പാസ് ഓവർ മീൽ, ജീസസ് ആൻഡ് ഹിസ് ഡിസൈബിൾസ് വെന്റ് ഇൻടു മൗണ്ട് ഓഫ് ഒലിവ്സ് വേർ ജീസസ് പ്രേഡ് 3 times. പാസ് ഓവർ മീലിന് ശേഷം, വിരുന്നിന് ശേഷം ജീസസും തന്റെ ശിഷ്യന്മാരുമായി ഒലിവ് മലയിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ ജീസസ് എന്ത് ചെയ്യുന്നു? 3 തവണ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന ഭാഗമാണ് മാർക്ക് 14:26 and 39 to 41. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, and when they had sung a hymn, they went out into the Mount of Olives. 39 കാണുന്നത്, and again he went away and prayed and spake the same words. ഇനി 40 കാണുന്നു, and when he returned, he found them asleep again, for their eyes were heavy, neither wist they what to answer him. 41, and he cometh the 3rd time and saith unto them, sleep on now and take your rest. It is enough, the hour is come, behold, the Son of Man is betrayed into the hands of sinners. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അവരൊരു പാട്ടൊക്കെ പാടി ഒലിവ് മലയിലേക്ക് ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പിതാവിനോട് തന്റെ പ്രാർത്ഥന അറിയിക്കുകയാണ്. അതാണ് സ്പീക്ക് ദ വേർഡ്സ്, സെയിം വേർഡ്സ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം ആ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്നുള്ള വാക്കുകളൊക്കെ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് ഒലിവുമലയിൽ ഗെത്സമേന തോട്ടത്തിൽ അവിടെ ഒരു പ്രാർത്ഥന നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി 40 കാണുമ്പോൾ when he returned he found from a slave, അവരെ തിരിച്ച് കർത്താവ് യേശു ക്രിസ്തു വന്നപ്പോൾ കണ്ടതാണ് അവര് ഉറങ്ങുന്നതായിട്ട് കാണുന്നു. കാരണം അവര് ഇത് അത്രമാത്രം ഹെവി ആയിരുന്നു. അവർക്കൊന്നും പറയാനായിട്ട് ഒന്നും ദൈവത്തോട് മറിച്ച് ഒന്നും അവർക്ക് പറയാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും കർത്താവ് പോന്നു. 3-ാം പ്രാവശ്യം, 2 പ്രാവശ്യം കഴിഞ്ഞ് 3-ാമത്തെ തവണ വന്നു. അപ്പോൾ അവരോട് കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ ആശ്വസിച്ചോളൂ, നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങൾ വിശ്രമിച്ചോളൂ, മതിയായി, ഇറ്റ് ഈസ് ഇനഫ്, ഇത് മതി, ഇനി മണിക്കൂർ വന്നു കഴിഞ്ഞു, എന്നെ അതായത് മനുഷ്യപുത്രനെ തള്ളി പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് അവിടെ തന്റെ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുന്നു. ആ ട്യൂസ്ഡേ നൈറ്റിൽ മനസ്സിലാക്കണം, ട്യൂസ്ഡേ നൈറ്റ് ആണ്
അവിടെ ട്യൂസ്ഡേ ഈവനിങ് കഴിയുന്നു, ആ നൈറ്റിലേക്ക് വരുന്നു. നൈറ്റിലേക്ക് വന്നപ്പോൾ ജീസസ് വാസ് ബിട്രേഡ് ആൻഡ് അറസ്റ്റഡ് ബൈ ജൂയിഷ് അതോറിറ്റി. മാർക്ക് 14:53 ഇങ്ങനെ കാണുന്നു, and they led Jesus away to the high priest, and with him were assembled all the chief priests and the elders and the scribes. അവിടെ കാണുന്ന കർത്താവിനെ അതെ മഹാപുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞു, യൂദ തള്ളിപ്പറയുന്നു, ജൂയിഷ് അതോറിറ്റി അറസ്റ്റ് ചെയ്യുന്നു, മഹാപുരോഹിതന്റെ അടുത്തേക്ക് ജീസസിനെ കൊണ്ടുവരുന്നു. അങ്ങനെ വിത്ത് ഹിം വെർ അസംബിൾഡ് ഓൾ ദ ചീഫ്, അവിടെ എല്ലാ മറ്റുള്ള പുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒക്കെ അസംബിൾ ആയിട്ട് വന്ന് നിൽക്കുന്നു, അവനോടൊപ്പം വന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് വെനസ്ഡേ മോർണിംഗ് ആകുകയാണ്. വെനസ്ഡേ മോർണിംഗില് അപ്പം ട്യൂസ്ഡേ നൈറ്റ് കഴിഞ്ഞു, ട്യൂസ്ഡേ ഈവനിങ്ങിൽ പാസ് അവർ ആരംഭിക്കുന്നുണ്ട്, ട്യൂസ്ഡേ നൈറ്റ് കഴിഞ്ഞു. ഇനി വെനസ്ഡേ മോർണിംഗിലേക്ക് ആയപ്പോൾ ഇവിടെ കാണുന്നത് ജീസസ് വാസ് ബൗണ്ട് ആൻഡ് ഡെലിവേർഡ് ടു പിലേറ്റ്. ഇവിടെ എന്താണ് കാണുന്നത്? മാർക്ക് 15:1 ഇങ്ങനെ കാണുന്നു, and straight away in the morning the chief priest held a consultation with the elders and scribes and the whole council, and bound Jesus and carried him away and delivered him to Pilate. ഇവിടെ എന്താണ് കാണുവാൻ സാധിക്കുന്നത്? മോർണിംഗിൽ തന്നെ ഈ ചീഫ് പ്രീസ്റ്റ്, ഈ പ്രധാന പുരോഹിതന്മാരൊക്കെ എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചനയൊക്കെ നടത്തി ഒരു തീരുമാനത്തിലെത്തി. അവര് ഈ എൽഡേഴ്സുമായിട്ടും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായിട്ടൊക്കെ ഒരു ആലോചനയൊക്കെ നടത്തി അങ്ങനെ ദൈവത്തെ കെട്ടി എങ്ങോട്ട് കൊണ്ടുവന്നു? പീലാത്തോസിന്റെ അടുത്തേക്ക്, അവന്റെ തീരുമാനത്തിനായിട്ട് വിടുന്നു. അങ്ങനെ അവന്റെ തീരുമാനത്തിനായിട്ട് ഇവിടെ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതാണ് മാർക്ക് 15:1 നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ക്രൂസിഫിക്കേഷൻ ബിഗാൻ. ഇനി വെനസ്ഡേ മോർണിംഗ് 9 മണി 9 AM എന്ന് കാണുവാൻ സാധിക്കും. ഇതെല്ലാം തന്നെ യഹൂദന്മാരുടെ കലണ്ടറിൽ അത് സമയം അനുസരിച്ച് അത് 3 മണിയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഇത് 9 മണി, അവരുടെ സമയം 3 ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് 9 മണി, അവിടുത്തെ സമയം 9 മണി തന്നെയാണ്. അവിടുത്തെ സമയം 9 മോർണിംഗ് 9 AM തന്നെയാണ് എന്നതിൽ സംശയമില്ല. അതാണ് 9 AM എന്ന് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ക്രൂസിഫിക്കേഷൻ ബിഗാൻ ഇവിടെ കാണാൻ സാധിക്കും. മാർക്ക് 15:25 കാണുന്നു, ആൻഡ് ഇറ്റ് വാസ് ദ തേർഡ് ഹവർ ആൻഡ് ദേ ക്രൂസിഫൈഡ് ഹിം. 3 മണിക്ക് ക്രിസ്തുവിനെ അവര് ക്രൂശിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പിലാത്തോസ് അവിടെ അനുവാദം കൊടുത്തു, അങ്ങനെ ക്രൂശിക്കണമെന്ന് യഹൂദന്മാർ പറഞ്ഞു. അങ്ങനെ പിലാത്തോസ് അവിടെ കൈ എഴുതുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ക്രൂശിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവര് 9 മണിക്ക് 3 മണി എന്ന് പറഞ്ഞാൽ മോർണിംഗ് 9 AM ആണ് അവിടുത്തെ സമയം തന്നെയാണ്, ഇന്ത്യൻ ടൈം അല്ല, അവിടുത്തെ സമയം തന്നെ 9 AM ആണ് അവർ ഉദ്ദേശിക്കുന്നത്. 9 AM കർത്താവിനെ അവിടെ ക്രൂശിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി ഡാർക്ക്നെസ് ഓൾ ഓവർ ദ ലാൻഡ് 12 PM മുതൽ 3 PM വരെ, 12 മണി മുതൽ ഉച്ചയ്ക്ക്, അതായത് വെനസ്ഡേ ഉച്ചയ്ക്ക് 12 noon മുതൽ 3 PM വരെ ഇവിടെ വലിയൊരു ഇരുട്ട് ദേശത്ത് ഉണ്ടാകുന്നു. മാർക്ക് 15:33 വരുമ്പോൾ കാണുന്നു, ആൻഡ് വെൻ the 6th hour was come, there was darkness over the whole land until the 9th hour എന്ന് കാണാൻ സാധിക്കും. അപ്പോ വളരെ വ്യക്തമായിട്ട് അതിന്റെ ഒരു ഭാഗം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. when the 6th hour, അത്രയും ഭാഗം, അതായത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ വലിയൊരു ഡാർക്ക്നെസ്, വളരെ ഇരുട്ടോടെ നമുക്ക് കാണുവാനായിട്ട് ഈ മാർക്ക് 15:33 വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഇനിയും അറ്റ് ദ എൻഡ് ഓഫ് ഡാർക്ക്നെസ്, ഇനിയും 3 മണി കഴിഞ്ഞു, അതായത് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം കഴിഞ്ഞതിന് ശേഷം ആ ഡാർക്ക്നെസ് അവിടെ നിന്ന് മാറുന്നു. ജീസസ് ക്രൈഡ്, ആ ഒരു സമയത്ത് കർത്താവ് യേശു ക്രിസ്തു തന്റെ പ്രാണനെ പിതാവിങ്കിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പറയാണ്, ക്രൈഡ് വിത്ത് എ ലൗഡ് വോയിസ് ആൻഡ് ഗേവ് ഓഫ് ദ കോസ്റ്റ്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. മാർക്ക് 15:34-37 വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്, നമുക്ക് വളരെ പരിചിതമായ വേർഡാണ്. ആൻഡ് അറ്റ് ദ 9th hour ജീസസ് ക്രൈഡ് with a loud voice saying, Eloi, Eloi, lema sabachthani, which is being interpreted, my God, why hast thou forsaken me? 37 വരുമ്പോൾ ജീസസ് ക്രൈഡ് with a loud voice and gave up the ghost. ഇവിടെ തന്റെ പ്രാണനെ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള ആ ഒരു മലയാളാർത്ഥം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ തന്റെ പ്രാണനെ പിതാവിങ്കിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് 3 മണിക്ക്, അതായത് വെനസ്ഡേ ഉച്ചയ്ക്ക് 3 മണിക്കോടുകൂടി തന്റെ പ്രാണനെ അവിടെ പിതാവിങ്കിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഡാർക്ക്നെസ്സിന് ശേഷം അവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ബിറ്റ്വീൻ 3 PM ആൻഡ് സൺസെറ്റ്, ജൂസേഴ്സ് പറയാണ്, യഹൂദന്മാർ പറഞ്ഞു, ഡ്യൂ ടു ഹൈ ഡേ ബോഡി ഷുഡ് നോട്ട് റിമെയിൻ അറ്റ് ദ ക്രോസ്. അതാണ് യഹൂദന്മാർ പറഞ്ഞു, ഹൈ ഡേ ആയതുകൊണ്ട് തന്നെ ബോഡീസ് ഒരിക്കലും
ക്രോസിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അവിടെ എന്തായാലും അവർ മരിച്ചിട്ടില്ല. ഇനിയും ഹൈഡേ വന്നു കഴിഞ്ഞാൽ ഒബീസിൽ അവർക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യവും നടക്കത്തില്ല. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അവരുടെ മരണം ഉറപ്പാക്കണം. അവരെ കല്ലറയിൽ അടക്കുക തന്നെ ചെയ്യണം. അതിന് മുമ്പായി തന്നെ ഹൈഡേ എന്ന് പറയുമ്പോൾ ഈവനിങ് സൺസെറ്റോട് കൂടി തന്നെ, സൺസെറ്റ് കഴിയുന്നതോട് കൂടി തന്നെ ആരംഭിക്കുകയാണ് ഹൈഡേ ആക്ച്വലി അവിടെ വെനസ്ഡേയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ബോഡി ഒരിക്കലും അവിടെ ക്രോസിൽ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം അവിടുന്ന് മാറ്റണം എന്നുള്ളത് യഹൂദന്മാര് തീരുമാനിക്കുന്നു, ചിന്തിക്കുന്നു, പറയുന്നു. അങ്ങനെയാണ് നമ്മൾ കുറച്ചുമേ വായിച്ചത്. ജോൺ 19:31 അവർ വന്ന Jews therefore, because it was the preparation, but it should not remain upon the cross on the Sabbath day, for that Sabbath day was a high day. Besought Pilate that their legs might be broken and that they might be taken away. അതായത് ആ സബത്ത് ഡേ എന്ന് പറയുന്നത് ഹൈഡേ ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആനുവൽ സാബത്ത് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മന്ത് ഈ പ്രിപ്പറേഷൻ ഡേ അല്ലെങ്കിൽ അൺലെവൻ ബ്രെഡിന്റെ ഫീസ്റ്റിൽ ഡെഫിനറ്റ്ലി അതൊരു ഫസ്റ്റ് 2 സാബത്ത് ഉണ്ടാവും. ഒന്ന് ആനുവൽ സാബത്ത് ഉണ്ടാവും, വീക്കിലി സാബത്ത് ഉണ്ടാവും. അതിൽ പറയുന്ന ഹൈഡേ കുറിച്ചാണ് ഇവിടെ വീണ്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ മെൻഷൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഹൈഡേ. അത് വെനസ്ഡേ നൈറ്റോട് കൂടെ അല്ലെങ്കിൽ വെനസ്ഡേ സൺസെറ്റ് കഴിയുന്നതോടുകൂടെ തന്നെ അത് ഹൈഡേ ആരംഭിക്കാം. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ ബോഡീസ് റിമൂവ് ചെയ്യണം ക്രോസിൽ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവരുടെ കാലുകൾ ഒടിക്കുന്നുണ്ട് 2 കള്ളന്മാരുടെയും. അങ്ങനെ അവരുടെ മരണം ഉറപ്പാക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ഓൾറെഡി മരിച്ചതായിട്ട് അവർക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബോഡി അവിടെ അതിനോടുള്ള ബന്ധത്തിൽ അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം. അവിടെ കാണുന്നുണ്ട്, ജസ്റ്റ് ബിഫോർ ദ സൺസെറ്റ് ഓഫ് വെനസ്ഡേ ഈവനിങ് ജോസഫ് ഓഫ് അരിമത്തയ ആസ്ക്ഡ് ബോഡി ഓഫ് ജീസസ് ആൻഡ് ലേഡ് ഇൻ ഹിസ് tomb. ഇവിടെ കാണുന്ന മാർക്ക് 15:42-46 ഇങ്ങനെയാണ് കാണുന്നത്. And now when the event was come, because it was the preparation, that is the day before the Sabbath. 43. Joseph of Arimathea, an honorable counselor, which also waited for the kingdom of God, came and went in boldly unto Pilate and craved the body of Jesus. 44. And Pilate marveled if he were already dead, and calling unto him the centurion, he asked him whether he had been any while dead. 45. And when he knew it of the centurion, he gave the body to Joseph. 46. And he bought fine linen and took him down and wrapped him in the linen and laid him in a sepulchre which was hewn out of a rock and rolled a stone unto the door of the sepulchre. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയം, നമ്മളിത് അറിയാവുന്നതാണ്. അരിമത്യക്കാരനായ ജോസഫ് യേശു ക്രിസ്തുവിന്റെ ശരീരം എനിക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് തരണം, അത് ഞാൻ അവൻ താൻ നിർമ്മിച്ചിട്ടുള്ള തന്റെ ശവകുടീരത്തിൽ കൊണ്ടുവെക്കുവാനായിട്ടുള്ള ഒരു അപേക്ഷയുമായിട്ട് ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജോസഫ് അരിമത്തയെ പറയാൻ ഒരു ഹോണറബിൾ കൗൺസിലർ ആയിട്ട് കാണുന്ന, ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു കൗൺസിലർ ആയിട്ടാണ് അവിടെ ജോസഫ് അരിമത്തയെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവൻ ചെല്ലുന്നു, വളരെ ധൈര്യത്തോടു കൂടെ തന്നെ പീലാത്തോസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ജീസസിന്റെ ബോഡി വേണം എന്ന് വളരെ വാഞ്ചയോടെ അറിയിക്കുന്നു. അങ്ങനെ അപ്പോൾ പീലാത്തോസ് വളരെയധികം ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവൻ ഇനിയും ഹി വെയർ ഓൾറെഡി ഡെഡ് എന്നുള്ള ഒരു ചിന്തയില്ല. ആൻഡ് കോളിംഗ് സെഞ്ചൂറിനെ വിളിച്ച് ഇനി മരിച്ചോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി സെഞ്ചൂറിനെ വിളിക്കുന്നു, അതായത് ശതാധിപനെ വിളിക്കുന്നു. അങ്ങനെ ഹി ആസ്ക്ഡ് ഹിം വെദർ ഹി ഹാഡ് ബീൻ എനി വൈൽ ഡെഡ്, അത് മരിച്ചോ എന്നത് ഉറപ്പായോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ അത് മനസ്സിലാക്കുന്നു, അവൻ മരിച്ചു എന്ന് സെഞ്ചൂറിയൻ അതിനൊരു റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ ഹി ഗേവ് ദ ബോഡി ടു ജോസഫ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, കർത്താവിന്റെ ശരീരം ജോസഫിന് കൊടുക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ജോസഫ് കുറച്ച് ഫൈൻ ലിനനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് നല്ല സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരം റാപ്പ് ചെയ്യുന്നുണ്ട് ലിനനിൽ വെച്ചിട്ട്. അതിനുശേഷം തന്റെ ശവകുടീരത്തിൽ, താൻ നിർമ്മിച്ചിട്ടുള്ള തന്റെ ശവകുടീരത്തിൽ അവിടെ കൊണ്ടുവന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരം വെക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. Then which was hewn out of a rock and rolled a stone unto the door of the sepulchre. അപ്പം ആ ശവക്കല്ലറയുടെ വാതിലിൽ ഒരു റോൾഡ് ആയിട്ട് ഒരു സ്റ്റോൺ, അതായത് ഉരുണ്ട ഒരു സ്റ്റോൺ അവിടെ ഉരുട്ടി, അവിടെ താൻ ഓൾറെഡി അത് നിർമ്മിച്ചു വെച്ചതാണ്. അത് ക്രിസ്തുവിന്റെ ശവകുടീരം ഇരിക്കുന്ന ശവകുടീരത്തിന്റെ വാതിക്കൽ അത് ഉരുട്ടി, അത് റോൾ ചെയ്ത് അവിടെ അതിന്റെ ഫ്രണ്ടിലായിട്ട് വാതിക്കലായിട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ട കാര്യങ്ങൾ. ഇനി ആഫ്റ്റർ ദ സാബത്ത് ഹാഡ് പാസ്ഡ്, അതായത് അപ്പോൾ സാബത്ത് തുടങ്ങി, അതായത് ഈ സാബത്തിനും മുൻപേ, അതായത് സാബത്തിനും
സാബത്ത് എന്ന് പറഞ്ഞാൽ ഹൈഡേക്കും സൺസെറ്റിനും ബിറ്റ്വീൻ ആണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് കർത്താവ് യേശുക്രിസ്തു തന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു, അതിനുശേഷം ഉള്ള കാര്യങ്ങൾ സൺസെറ്റിനും ഈ 3 മണിക്ക് ശേഷമുള്ള ഒരു സമയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നത്. അതായത് സൺസെറ്റിന് തൊട്ട് മുമ്പാണ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സൺസെറ്റിന് തൊട്ടു മുൻപാണ് തന്റെ ശരീരം, ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ കൊണ്ട് ജോസഫ് വെച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് ശേഷം നോക്കാം, ആഫ്റ്റർ ദ സാബത്ത് ഹാഡ് പാസ്ഡ്, അതായത് ഹൈഡേ, അതായത് വെനസ്ഡേ വൈകുന്നേരം തൊട്ട്, അതായത് സൺസെറ്റ് ശേഷം ആരംഭിക്കുന്ന, സൺസെറ്റ് മുതൽ ആരംഭിക്കുന്ന എന്താണ് ഈ സാബത്ത് എന്ന് പറയുന്നതാണ് ഈ ഹൈഡേ എന്ന് പറയുന്നത്. സാബത്ത് എന്ന് പറയുന്നത് അത് ഓൺ ഫ്രൈഡേ മോർണിംഗ് ദ വുമൺ ബോട്ട് സ്പൈസസ് സോ ദാറ്റ് ദേ ക്യാൻ എംബാം ജീസസ്. അതായത് ഈ സാബത്ത് കഴിയുന്നു, ഒരിക്കലും സാബത്തിൽ ഒരു പണിയും ഒരു കാര്യവും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അവിടെ റെസ്റ്റ് ഡേ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ തിടുക്കത്തോടെ യഹൂദന്മാരും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം ജോസഫ് കൊണ്ടുവന്ന് സൺസെറ്റിന് തൊട്ട് മുമ്പായിട്ട് വെക്കുന്നത്, തന്റെ ശരീരം കൊണ്ട് വെക്കുന്നതും. അതിനുശേഷം നെക്സ്റ്റ് അടുത്ത സമയം മുതൽ കുറച്ച് സമയത്തുള്ളിൽ തന്നെ ഈ സാബത്ത് ആരംഭിക്കുകയാണ്, ഹൈഡേ ആരംഭിക്കുകയാണ്. ദാറ്റ് ഈസ് വെനസ്ഡേ ഈവനിങ് മുതൽ, സൺസെറ്റ് ശേഷം, ആഫ്റ്റർ ദ സൺസെറ്റ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അത് തേഴ്സ്ഡേ ഈവനിങ് വരെ, തേഴ്സ്ഡേ സൺസെറ്റ് വരെ എന്താണ് ഈ സാബത്ത് ഹൈഡേ ആണ് എന്ന് കാണുവാൻ സാധിക്കും. അതിനുശേഷം തേഴ്സ്ഡേ സൺസെറ്റ് മുതൽ, കുറച്ച് ഗ്രഹിക്കാൻ പാടായിരിക്കും, ഞാൻ ഒന്നുകൂടെ ഇതിന്റെ ഒരു പിക്ചറൈസേഷനോട് വരുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തേഴ്സ്ഡേ നൈറ്റ് മുതൽ ഫ്രൈഡേ, തേഴ്സ്ഡേ ഈവനിങ്, തേഴ്സ്ഡേ സൺസെറ്റ് മുതൽ ഫ്രൈഡേ സൺസെറ്റ് വരെയാണ് ആക്ച്വലി ഒരു അവർ ഫ്രീ ആണ്. എന്നുവെച്ചാൽ അവർക്ക് വർക്ക് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണേ സാധനങ്ങൾ വാങ്ങിക്കാം, അതിനുള്ള സമയമാണ്. കാരണം റെസ്റ്റ് ഡേ കഴിയുവാണ് ഈ തേഴ്സ്ഡേ സൺസെറ്റോട് കൂടി. അപ്പം ഫ്രൈഡേ മോർണിംഗ് ആവുന്നു. ഒബിയസ്ലി തേഴ്സ്ഡേ നൈറ്റ് അവർക്ക് വേണമെങ്കിൽ ഈ വുമൺസിന് പോയി സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിനെ പൂശാൻ വേണ്ടിയിട്ടാണ്, ശരീരത്തിൽ പുരട്ടുവാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവരിത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ മോർണിംഗ് ആണ്. ഒബിയസ്ലി തേഴ്സ്ഡേ എന്തായാലും ഒരു കടകളും തുറന്നിട്ടുണ്ടാവില്ല, ഒരു വർക്കും ഒരു കാര്യവും അന്ന് നടക്കത്തില്ല. യഹൂദന്മാരുടെ ആചാര പ്രകാരം അവിടെ ഫുൾ റെസ്റ്റ് ഡേ ആണ്, ഒരു പണിയും എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ ഹോളിഡേ അങ്ങനെ അങ്ങ് പോകുന്നു. വേണമെങ്കിൽ അവർക്ക് നൈറ്റ് വരാം, പക്ഷെ അവിടെ എന്തായാലും കടകൾ തുറക്കില്ല. മോർണിംഗിൽ തന്നെ, ഫ്രൈഡേ മോർണിംഗിൽ തന്നെ കടകൾ തുറന്നിട്ടുണ്ട്, അവർ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഷോപ്സ് മൈറ്റ് ഹാവ് ബീൻ ക്ലോസ്ഡ് ഓൺ ഹൈഡേ. ഹൈഡേയിൽ എന്തായാലും ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം, അത് സംശയമില്ല എന്നുള്ളതിലോ, കാരണം അത് റെസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ. ഇനി മാർക്ക് 16:1 കാണുന്നുണ്ട്, വെൻ സാബത്ത് ഹാഡ് പാസ്ഡ് Mary Magdalene and Mary the mother of James and Salome and bought sweet spices and they might come and anoint him. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ച് പറഞ്ഞ കാര്യം. സാബത്ത് കഴിഞ്ഞതിന് ശേഷം മേരി മഗ്ദലിനും യാക്കോബിന്റെ അമ്മയായ മറിയ ഒക്കെ സലോമ എല്ലാവരും കൂടെ ചേർന്ന് അവര് വളരെ സ്പൈസസ്, സ്വീറ്റ് സ്പൈസസ്, അവർ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. they might come and anoint him. അവന്റെ ശരീരത്തിൽ പുരട്ടുവാനായിട്ട്, ക്രിസ്തുവിന്റെ ശരീരത്തിൽ പുരട്ടുവാനായിട്ട് വേണ്ടിയിട്ടാണ് അവരത് വാങ്ങിച്ചത്. അത് ഫ്രൈഡേ മോർണിംഗിലാണ് എന്ന് കാണുവാനായി സാധിക്കും. ഇനി ആഫ്റ്റർ പർച്ചേസിങ് സ്പൈസസ് they returned and prepared the spices after that they rested on Sabbath. അതാണ് ലൂക്ക് 23:56 കാണുന്നു. and they returned and prepared spices and ointments and rested the Sabbath day according to the commandment. അതായത് അക്കോർഡിംഗ് കമാൻഡ്മെന്റ് അനുസരിച്ച് തീർച്ചയായിട്ടും അവര് ഇത് വാങ്ങിച്ചു. നേരെ അവര് അവരുടെ വീട്ടുകളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. പ്രിപ്പയർ സ്പൈസസ് ഒക്കെ ആ ദിവസം ചെയ്തു. ഇനിയും എന്ത് ചെയ്യുക, അവർ റെസ്റ്റ് ചെയ്യാൻ പോകും. കാരണം ഫ്രൈഡേ സൺസെറ്റോട് കൂടി തന്നെ അടുത്ത സാബത്ത് ആരംഭിക്കുകയാണ്. സാറ്റർഡേയുടെ സാബത്ത് ആക്ച്വലി ഫ്രൈഡേ സൺസെറ്റോട് കൂടി ആരംഭിക്കുകയാണ്. നമ്മൾ യഹൂദന്മാരുടെ ആചാരപ്രകാരം നമ്മൾ വായിച്ചതാണ്. സൺസെറ്റ് ഈവനിങ്ങിലാണ് തുടങ്ങുന്നതായിട്ട് കാണുന്നത്. അതായത് സൺസെറ്റോട് കൂടി പുതിയ അടുത്ത സാറ്റർഡേ സാബത്ത് ആരംഭിക്കുകയാണ്. അതാണ് ദേ റെസ്റ്റഡ് ദ സാബത്ത് ഡേ അക്കോർഡിംഗ് ടു ദ കമാൻഡ്മെന്റ്. അവർ കമാൻഡ്മെന്റ് അനുസരിച്ച് അവര് റെസ്റ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, ദാറ്റ് ഈസ് സൺഡേ ഏർലി മോർണിംഗ്, ദീസ് വുമൺ വെന്റ് ടു എംബാം ജീസസ് ബോഡി. അതായത് ആഴ്ചയിലെ ആദ്യത്തെ ദിവസം അവര്, അതായത് സൺഡേ മോർണിംഗ് ആണ്, സംശയമില്ല, നമുക്കതിൽ തർക്കമൊന്നുമില്ല. ആഴ്ച ഇവിടെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് സൺഡേ തന്നെയാണ് എന്നതിലൊരു തർക്കവും നമുക്കില്ല. അപ്പോൾ കാണുവാൻ സാധിക്കും സൺഡേ ഏർലി മോർണിംഗിൽ ഈ വുമൺസ് എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുക, അവര് ജീസസിന്റെ ബോഡിയിൽ സുഗന്ധവർഗ്ഗമൊക്കെ പുരട്ടുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ
അതാണ് ഇപ്പോൾ നാം വായിക്കുന്നത് 24 ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 1 ഇങ്ങനെ കാണുന്നു. നൗ അപ്പോൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് വെരി ഏർലി in the morning they came unto the sepulchre bringing the spices which they had prepared and certain others with them. അതായത് ആദ്യത്തെ ദിവസം അവർ ചെല്ലുന്നു ഏർലി ഇൻ ദ മോർണിംഗ്, വളരെ ഏർലി ആണ്. അപ്പം ഒബിയസ്ലി ഇരുട്ടുള്ളപ്പോൾ എന്ന് ചിന്തിക്കാം. അതിൽ നമ്മൾ അടുത്ത ഭാഗത്ത് വായിക്കുന്നുണ്ട്. അടുത്ത ഒരു വാക്യത്തില് they came unto the sepulchre bringing the spices which they had prepared. അവർ ഒരുക്കി വെച്ച സുഗന്ധവർഗമൊക്കെ അവർ കൊണ്ടുവന്നു. ആ കല്ലറയിൽ വന്നു, യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ അവർ വന്നു. കുറെ പേര് അവരെ അനുഗമിക്കുന്നതായിട്ടുണ്ട്. ഇനി മേരി മഗ്ദലിൻ, മഗ്ദലക്കാരത്തി മറിയ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നതായിട്ടും ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വൈൽ ഇറ്റ് വാസ് ഡാർക്ക്, സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കണം, ടു എംബാം ജീസസ് വൈൽ ഇറ്റ് വാസ് ഡാർക്ക്, അതായത് ഇരുട്ടുള്ളപ്പോൾ തന്നെ. അതാണ് ജോൺ 21 കാണുന്നു. ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് കമത്ത് മേരി മാഗ്ദലിൻ ഏർലി when it was yet dark unto the sepulchre and see the stone taken away from the sepulchre. ഈ മേരി മഗ്ദലിൻ കാണുന്നത് വളരെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മേരി മഗ്ദലിൻ ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് യേശു കല്ലറയിൽ ചെല്ലുന്നതായിട്ട് കാണുന്നു. അങ്ങനെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സീ സ്റ്റോൺ ടേക്കൺ അവേ ഫ്രം ദ സെപ്പൾക്കർ, അതായത് ആ ശവകുടീരത്തിൽ നിന്ന് ആ കല്ലുകൾ നീക്കം ചെയ്തതായിട്ട്, നീങ്ങി മാറി നിൽക്കുന്നതായിട്ട്, ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ഈ മേരി മഗ്ദലിൻ അവിടെ കാണുന്നത്. ഇനി ജീസസ് ബോഡി നോട്ട് ഫൗണ്ട്, അതാണ് ലൂക്ക് 24:2-3 കാണുന്നത്. ദേ ഫൗണ്ട് ദ സ്റ്റോൺ റോൾഡ് അവേ ഫ്രം ദ സെപ്പൾക്കർ ആൻഡ് ദേ എൻറ്റേർഡ് ഇൻ ആൻഡ് ഫൗണ്ട് നോട്ട് ദ ബോഡി ഓഫ് ദ ലോർഡ് ജീസസ്. കർത്താവായ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കർത്താവായ യേശുവിന്റെ ശരീരം അവര് കണ്ടില്ല. അവര് സ്റ്റോൺ റോൾഡ് ആയിട്ട് അവർ നിൽക്കുന്നത് കണ്ടു. അവർ അകത്തോട്ട് ചെന്നു. അതാണ് ദേ എൻറ്റേർഡ് ഇൻ. അവര് അവിടെ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരം അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അത് അന്ന് നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ അവിടെ ഏർലി മോർണിംഗ് വന്നു, ഇറ്റ് വാസ് ഡാർക്ക് ആയിരുന്നു, എന്നിട്ടും അവർക്ക് ക്രിസ്തുവിന്റെ ശരീരം അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതെല്ലാം കണ്ടു നിന്ന ഈ വുമൻസിനോട് അവിടെ ഉണ്ടായിരുന്ന ദൂതന്മാര്, ഏഞ്ചൽ സൈസ് പറയുകയാണ്, അവരോട് പറഞ്ഞു, ഹി ഈസ് നോട്ട് ഹിയർ ബട്ട് ഈസ് റിസൺ. ലൂക്ക് 24:6-7 ഇങ്ങനെ കാണുന്നു, ഹി ഈസ് നോട്ട് ഹിയർ ബട്ട് ഈസ് റിസൺ. റിമെമ്പർ how he spake unto you when he was yet in Galilee, saying, the Son of Man must be delivered into the hands of sinful men and be crucified, and the third day rise again. ഇവിടെ കാണുവാൻ സാധിക്കും, മനുഷ്യപുത്രൻ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. the Son of Man must be delivered. എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഗലീലയിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതായത് അവരോട് പറയുകയാണ്, the Son of Man must be delivered into hands of sinful men. അതായത് കർത്താവ് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവനെ അവർ ക്രൂശിക്കും, 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അതാണ് the third day rise again. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന ഒരു ചോദ്യം, ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിടെ ദൂതന്മാര് ആ വുമൻസിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ ഒരു ടൈം ലൈൻ, ഒരു പിക്ചർ ആയിട്ട് നമുക്ക് നോക്കാം. ഞാൻ ആക്ച്വലി ഇത് വരച്ചതാണ്, അല്ലാതെ എനിക്ക് ടെക്നിക്കലി ഇതുകൊണ്ട് ഇതിൽ വരയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല, സിസ്റ്റത്തിൽ എനിക്ക് വരയ്ക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഞാനത് വിചാരിച്ചു എന്നാൽ നേരിട്ട് അതങ്ങ് വരയ്ക്കാം. അതായത് ഇത് ഡ്രോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഡേ ബേസിസ് പോകുന്നത്. ഇവിടെ ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്നത് ആക്ച്വലി വരച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കളർ കുറച്ച് റൗണ്ട്സ് കാണാം. ഞാൻ ഒരു ഇടയ്ക്ക് ഒരു ബാറിങ് കൊടുത്തായിട്ട് കാണുന്നുണ്ട്, ഇടയ്ക്ക് ഒരു ചെറിയൊരു ബാറിങ് കൊടുത്ത ഞാനിപ്പോൾ പോയിന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി ഈ ജസ്റ്റ് വേണ്ടിയ ഇത് ആക്ച്വലി ഈ യെല്ലോ കാണിക്കുന്നതെല്ലാം ഡേ ആണ്. അതായത് ഇപ്പം ഇന്നത്തെ മോർണിംഗ് എന്നുള്ള നിലയിൽ ഇതിനെ ചിന്തിക്കാം. മോർണിംഗിനെയാണ് ഈ കളർ കൊടുത്തിട്ടുള്ള യെല്ലോ കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഭാഗമെല്ലാം തന്നെ ഇതിന്റെ ഒരു ഡേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കളർ ഇല്ലാത്ത ഭാഗമല്ല നൈറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം യെല്ലോ ഉള്ളത് ഡേ ആണ്, കളർ ഇല്ലാത്ത എല്ലാം തന്നെ നൈറ്റ്, ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റ് സൺസെറ്റിന് ശേഷമുള്ള ഭാഗം. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഈ കളർ ഇല്ലാത്ത ഭാഗത്ത് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ആദ്യ ഭാഗത്ത് നമ്മൾ ഇപ്പൊ പഠിച്ചത് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നോക്കാം, ഇതിന്റെ ടൈം ബേസിസിൽ ഡേ ആയിട്ട് എങ്ങനെ പോകുമെന്ന്. ഇപ്പൊ കാണാം, ട്യൂസ്ഡേ
നമ്മൾ പറഞ്ഞിരുന്നത് കർത്താവ് യേശു ക്രിസ്തു പാസ് ഓവർ അനുഷ്ഠിക്കുന്നുണ്ട് തന്റെ ശിഷ്യന്മാരുമായി. അതാണ് ജീസസ് സെലിബ്രേറ്റഡ് പാസ് ഓവർ. ഇവിടെയാണ് ലൂക്ക് 22:13-15. ഇവിടെ കാണുവാൻ സാധിക്കും ആഫ്റ്റർ ദ സൺസെറ്റ്, അതാണ് നമ്മൾ പഠിച്ചത്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി പാസ് ഓവർ ആചരിക്കുന്നതായിട്ട് കാണുന്നു. ഇനി ജീസസ് പ്രേഡ് 3 times, അതാണ് കുറച്ചുകൂടെ അതിന് ശേഷം സംഭവിച്ചത്. 3 പ്രാവശ്യം ഒരു മലയിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. മാർക്ക് 14:26, 39-41. ദെൻ അടുത്ത ഭാഗത്ത് നമ്മൾ വായിച്ചു, ജീസസ് വാസ് ബിട്രേഡ് ആൻഡ് അറസ്റ്റഡ്. കർത്താവ് യേശു ക്രിസ്തു തള്ളി പറയുന്നു, അവനെ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് മാർക്ക് 14:53. ഇനി അതിനുശേഷം നമ്മൾ കാണുന്നത് ഏർലി മോർണിംഗ് ആണ്. അതാണ് ജീസസ് ബൗണ്ട് ആൻഡ് എന്താണ് ഡെലിവേർഡ് ടു പീലേറ്റ്. കുറച്ച് ചെറിയ അക്ഷരമാണ് എങ്കിലും മാർക്ക് 15:1 നമുക്കത് കാണുവാനായി സാധിക്കും. അതായത് ഏർലി മോർണിംഗ്, വെനസ്ഡേ മോർണിംഗിലാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി 9 മണി 9 AM വന്നപ്പോഴത്തേക്ക് ക്രൂസിഫിക്കേഷൻ തുടങ്ങിയതായിട്ട് കാണുന്നു. മാർക്ക് 15:23. ഏകദേശം 12 മണി മുതൽ 3 മണി വരെ വലിയൊരു ഡാർക്ക്നെസ്, അതാണ് 12 to 3, അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ വെനസ്ഡേ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഡാർക്ക്നെസ് ഓവർ ദ വേൾഡ്, ഓവർ ദ ലാൻഡ് എന്ന് കാണാൻ സാധിക്കും. മാർക്ക് 15:33. ഇനി ജീസസ് ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 3 മണിയായപ്പം അതിനുശേഷം ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ദ വേൾഡ്. അതാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ് എലോയ് എലോയ് ലമ സബക്താനി. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിന് വേണ്ടി തന്റെ പ്രാണനെ ഏൽപ്പിക്കുന്ന, തന്റെ പിതാവിനേക്കിലേക്ക് തന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നതാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്. ലോകത്തിന് വേണ്ടി തന്റെ ശരീരത്തെ നൽകുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് അവസാനമായി തന്റെ പ്രാണനെ പിതാവിലേക്ക് ഏൽപ്പിക്കുന്നു. അതാണ് മാർക്ക് 15:34 and 37 കാണുന്നത്. ഇനി 3 മണി കഴിഞ്ഞ് 3 മണിക്കും ഈ വെനസ്ഡേയുടെ ഈ വലിയ ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി സൺസെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ സൺസെറ്റിനും തൊട്ട് മുമ്പ് നടന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പൊ വായിക്കുന്നത്. അതായത് ജ്യൂസ് മെയ്ഡ് ഷുവർ ദാറ്റ് ദേ വേർ ഡെഡ്. അവര് മരിച്ചു എന്നവര് യഹൂദന്മാര് ഉറപ്പ് വരുത്തുന്നതാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. അതിനുശേഷം അരിമത്യക്കാരനായ ജോസഫ്, യേശു ക്രിസ്തുവിന്റെ ശരീരം നമ്മൾ വായിച്ചതുപോലെ അരിമത്യക്കാരനായ ജോസഫും യേശു ക്രിസ്തുവിന്റെ ശരീരം പിലാത്തോസിന് ചോദിക്കുന്നു. അങ്ങനെ ജീസസ് വാസ് ലേഡ് ഇൻ ഹിസ് ടോംബ്. അത് അവൻ നിർമ്മിച്ചിട്ടുള്ള കല്ലറയിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ ശരീരം കൊണ്ടുവെക്കുന്നതാണ് മാർക്ക് 15:42-47 കാണുന്നത്. അപ്പം നേരെ വെനസ്ഡേയുടെ സൺസെറ്റിന് തൊട്ട് മുമ്പാണ് ഈ 2 കാര്യങ്ങൾ, എസ്പെഷ്യലി 3 മണിക്ക് ശേഷവും വെനസ്ഡേയുടെ സൺസെറ്റിന് തൊട്ട് മുമ്പ്. നമ്മൾ ഈ ടൈം ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെനസ്ഡേയുടെ സൺസെറ്റിന് തൊട്ട് മുമ്പ്, അതായത് 3 മണിക്ക് ശേഷവും സൺസെറ്റിന് തൊട്ട് മുമ്പ് നടന്ന സംഭവമാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. ഇനി സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് ശേഷമാണ് ആക്ച്വലി ഈ ഹൈഡേ ആരംഭിക്കുന്നത്. അതായത് ഹൈഡേക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിന് കഴിഞ്ഞ് സൺസെറ്റ് തുടങ്ങുന്നത് മുതൽ, സൺസെറ്റ് ആരംഭിക്കുകയാണ് അന്ന് മുതൽ ഈ നമ്മുടെ ഹൈഡേ ആരംഭിക്കുകയാണ്. അതായത് വെനസ്ഡേ സൺസെറ്റ് മുതൽ തേഴ്സ്ഡേ സൺസെറ്റ് വരെ, അതാണ് ഹൈഡേ എന്ന് പറയുന്നത്. അതായത് ഒരു വലിയൊരു ദിവസം എന്ന് പറയാം. അതാണ് സാബത്ത് എന്ന് പറയുന്നത്. അത് റെസ്റ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യങ്ങളും ആ ദിവസത്തിൽ നടക്കത്തില്ല. അതിനുശേഷം തേഴ്സ്ഡേ സൺസെറ്റ് ആകുന്നു. അതിനുശേഷം ഇനി തേഴ്സ്ഡേയുടെ സൺസെറ്റ് തുടങ്ങുകയാണ്. അതായത് സൺസെറ്റ് തീരുന്നു, അതിനുശേഷം ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈം ആരംഭിക്കുകയാണ് ആക്ച്വലി. അതാണ് ഈ നൈറ്റിൽ ഇവിടെ നമ്മൾ മിഡ് നൈറ്റ് കാണിച്ചേക്കുന്നത്. അതിനുശേഷം ഫ്രൈഡേയിലേക്ക് വരുവാണ്. അപ്പം ഈ ഭാഗം, ഈ വലിയ ലൈൻ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ ആ ദിവസം അവിടെ കൊണ്ട് തീരുകയാണ്. അതായത് ഈ ഹൈഡേ ഇവിടെ കൊണ്ട് തീർന്നു. അതിനുശേഷം നൈറ്റ് മുതൽ, തേഴ്സ്ഡേ നൈറ്റ് മുതൽ ആക്ച്വലി പുതിയൊരു ദിവസം, അതായത് അടുത്ത ദിവസം അവരുടെ യഹൂദന്മാരുടെ ആചാരപ്രകാരം അവര് ആചരിക്കുന്ന ഈ അൺലിമിറ്റഡ് ബ്രെഡ് ഡേയ്സിന്റെ ദിവസത്തിൽ ആക്ച്വലി മിഡ് നൈറ്റ് ഒരു ഫസ്റ്റ് ആരംഭമാണ്. അതാണ് ഈ തേഴ്സ്ഡേ നൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി ഫ്രൈഡേ മോർണിംഗിലേക്ക് വരണം. ഈ ചെറിയൊരു വര എന്ന് പറയുന്നത് ആക്ച്വലി മോർണിംഗിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മോർണിംഗ് സൺറൈസ് ചെയ്യുന്ന സമയം അവിടെ കാണാൻ സാധിക്കും. വുമൺ ബോട്ട് എംബാമിംഗ് സ്പൈസസ് അവിടെ വായിക്കുന്നു. മാർക്ക് 16:1 കാണുന്നുണ്ട്. അവര് നമ്മൾ വായിച്ചതുപോലെ തന്നെ ഈ എംബാമിംഗ് സ്പൈസസ് വുമൺ വായിക്കുന്നുണ്ട്. അതിനുശേഷം വുമൺ പ്രിപ്പയർഡ് ദ സ്പൈസസ്. അതിനുശേഷം അവര് അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ലൂക്ക് 23:56 വന്നിട്ട് അത് അവർ വാങ്ങിച്ചു, അവർ പ്രിപ്പയർ. ഇതെല്ലാം ഫ്രൈഡേ മോർണിംഗിൽ നടക്കുന്ന സംഭവമാണ്. അതിനുശേഷം ഫ്രൈഡേ സൺസെറ്റിന് തൊട്ട് മുമ്പായിട്ട്
ഇവര് എന്ത് ചെയ്യുന്നു? ദ വുമൺ റെസ്റ്റഡ് ഓൺ ദ സബത്ത്. അതിന് മുമ്പായി എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചു. അവർ ഇനിയും റെസ്റ്റ് ചെയ്യാൻ പോവാണ്. സാബത്തിലേക്ക് ഇനി അവർ റെസ്റ്റ് ചെയ്യാൻ പോവാണ്. കാര്യങ്ങളെല്ലാം ആ ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. ഇനി ഫ്രൈഡേ നൈറ്റോട് കൂടി അടുത്ത സാബത്ത് ആരംഭിക്കുക. അതായത് നോർമലി എല്ലാ മാസമുള്ള വീക്ക്ലി സാബത്ത്. അതാണ് സാറ്റർഡേ നൈറ്റ് മുതൽ ഫ്രൈഡേ നൈറ്റ് മുതൽ സാറ്റർഡേ അതായത് സൺസെറ്റ്, അതായത് ആക്ച്വലി പറയുമ്പോൾ സൺസെറ്റ് മുതൽ സൺസെറ്റ് വരെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഇവിടെ സാറ്റർഡേ സൺസെറ്റ് വരെ ആ വീക്ക്ലി സാബത്ത് അവിടെ അവർ ആചരിക്കുകയാണ്. അവിടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അവർ റെസ്റ്റ് ചെയ്യാണ്. ജൂസ് അവർ പറഞ്ഞിട്ടുള്ളത് പോലെ അവരോട് പറഞ്ഞിട്ടനുസരിച്ച് അവർ അവിടെ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇനിയും സാറ്റർഡേ നൈറ്റിലേക്ക് വന്നു. സാറ്റർഡേ നൈറ്റും കഴിയുന്നു. ഏകദേശം ഈ പറഞ്ഞ പോലെ നമ്മൾ വായിച്ച പോലെ സൺഡേ ഏർലി മോർണിംഗ്, അതാണ് വുമൺ എന്താണ് കാണുന്നത്? വുമൺ വെന്റ് ടു എംബാം ഹിസ് ബോഡി. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരം അതെ സുഗന്ധവർഗ്ഗം കൊണ്ട് പൂശുവാൻ വേണ്ടിയിട്ട് ലൂക്കോസ് 24:1 അതുപോലെ ജോൺ 21 നമ്മൾ വായിച്ചു. മേരി മഗ്ദലിൻ വൈൽ ഇറ്റ് വാസ് യെറ്റ് ഡാർക്ക്, ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരത്തി മറിയ അവിടെ കല്ലറയ്ക്കൽ ചെല്ലുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അത് രണ്ട് ഭാഗവും നമുക്ക് ഇതിനോടൊപ്പം തന്നെ വായിക്കാം. അപ്പം ഇരുട്ടുള്ളപ്പോൾ, അതായത് സണ്ണ് ഉദിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ, ഏകദേശം നൈറ്റ് ഉള്ളപ്പോൾ തന്നെ അവര് ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ അവര് അതായത് ആക്ച്വലി അത് ഫസ്റ്റ് ഡേ ആയി ആക്ച്വലി പറഞ്ഞു വരുമ്പോൾ ജീസസ് ഇനിയും അതിനുശേഷം കാണുന്നത് എന്താണ്? അപ്പം കല്ലറയ്ക്കൽ അവർ അവിടെ ചെല്ലുന്നു. ആ നേരം ജീസസ് വാസ് ഓൾറെഡി ഗോൺ. അതാണ് അവിടെ ദൂതന്മാർ പറഞ്ഞത്. അവന് ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ലൂക്കോസ് 24:43 വരുമ്പോൾ അവർ പറഞ്ഞതാണ്, ദൂതന്മാര് സ്ത്രീകളോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്കൊന്ന് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് 3 days 3 nights വരുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം, എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം ഈ ഭാഗം നമ്മൾ വായിച്ചു. ട്യൂസ്ഡേ നൈറ്റിലോടുകൂടി കർത്താവ് യേശു ക്രിസ്തുവിനെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ക്രൂശിക്കുന്നു. വെഡ്നെസ്ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്ക് ക്രൂശിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു പിതാവിലേക്ക്. അതിനുശേഷം അരിമത്യക്കാരനായ ജോസഫ് ക്രിസ്തുവിന്റെ ശരീരം വാങ്ങിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഈ ഡേയ്സ് ആക്ച്വലി ആരംഭിക്കുന്നത്. ഈ 3 days 3 nights ആരംഭിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു എന്താ പറഞ്ഞേ? അവൻ എങ്ങനെയാണോ ജോന 3 രാവും 3 പകലും വരുന്നത്, അതുപോലെ തന്നെ തന്റെ പ്രാണനെ താനും ഹാർട്ട് ഓഫ് ദി എർത്ത്, അതായത് ഭൂമിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് ക്രിസ്തു പറഞ്ഞത്, അതേപോലെ തന്നെ അവനെ ഏൽപ്പിച്ചു. അതായത് ഈ സിപ്പൾക്കറിൽ, ഈ ശവകുടീരത്തിൽ ജോസഫ് ഓഫ് അരിമത്തയ കൊണ്ട് ലീഡ് അവിടെ വെക്കുന്നത് മുതൽ 3 days ആക്ച്വലി ആരംഭിക്കുകയാണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയം. സമയമാണ് തൊട്ട് മുമ്പ്, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സൺസെറ്റ് തൊട്ട് മുമ്പ് ആ സമയം മുതൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. വെനസ്ഡേ നൈറ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ഇവിടുത്തെ ഫസ്റ്റ് നൈറ്റ്. ഇനി നമ്മൾ അതിന്റെ ലിറ്ററലി നമ്മൾ നോക്കുന്നുണ്ട് അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ. അതിനുശേഷം ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും? തേഴ്സ്ഡേ ഡേ ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് നൈറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? തേഴ്സ്ഡേ നൈറ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഫ്രൈഡേ ഡേ. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഏതാണ്? ഫ്രൈഡേ ഡേ ആണ്. നെക്സ്റ്റ് തേർഡ് നൈറ്റ് എന്ന് പറയുന്നത് ഒബിയസ്ലി ഫ്രൈഡേ നൈറ്റ് ആണ്. അതിനുശേഷം തേർഡ് ഡേ എന്ന് പറയുന്നത് ഏതാണ്? സാറ്റർഡേ ഡേ. ഫോർത്ത് നൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്തായി? സാറ്റർഡേ നൈറ്റ്. ആക്ച്വലി 3 days 3 nights മാത്രമേ വരുവാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും ഫോർത്ത് നൈറ്റ് വരാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം തെറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. ജീസസ് വാസ് ഓൾറെഡി ഗോൺ, അതായത് യേശു ക്രിസ്തു ഓൾറെഡി പോയി, ഇവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇവര് വരുന്നത് എന്നാണ്? സൺഡേ ഏർലി മോർണിംഗ് ആണെങ്കിലും കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് സംവാട്ട് എങ്ങനെ പോയാലും ഓബിയസ്ലി ഈ സാറ്റർഡേ സൺസെറ്റിന് തൊട്ട് മുമ്പായിരിക്കും. എങ്കിൽ മാത്രമേ ആ 3 days 3 nights കംപ്ലീറ്റ് ആവത്തുള്ളൂ. അവിടെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ഭാഗം അനുസരിച്ച് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നിഗമനം ഇങ്ങനെ തന്നെയാണ്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല, ഇത് തന്നെയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഭാഗം. നമുക്കറിയത്തില്ല ഏത് സമയം എങ്കിലും ആ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾക്ക് ഒരു മാറ്റം ഉണ്ടാകില്ല. ദൈവത്തിന്റെ വചനത്തിന് ബാക്കിയെല്ലാം മാറിപ്പോയാലും 30-31 കാണുന്നത് എന്താണ്?
for the heaven and earth will pass away, but my words will never pass away എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാറത്തില്ല. അതായത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന് വള്ളിയോ പുള്ളിയോ വ്യത്യാസം ഉണ്ടാകുകയില്ല എന്ന് നാം ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് 2.5 ദിവസമെന്നോ അല്ലെങ്കിൽ 3.5 ദിവസമെന്നോ 4 ദിവസമെന്നോ ഒന്നും ആകത്തില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ദിവസം 3 രാവും 3 പകലുമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് 72 hours ആണെങ്കിൽ അത് 72 hours തന്നെ ആയിരിക്കും, 72.1 ആവത്തില്ല. അപ്പോൾ ഈ 3 days 3 nights കംപ്ലീറ്റ് ആകുന്നത് കറക്റ്റ് സാറ്റർഡേ സൺസെറ്റിന് തൊട്ട് മുമ്പായിരിക്കും. അതായത് വെനസ്ഡേ സൺസെറ്റിന് തൊട്ട് മുമ്പ് ആരംഭിച്ചുകൊണ്ട് തന്നെ 3 days 3 nights കംപ്ലീറ്റ് ആവുന്നുണ്ട്, നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സാറ്റർഡേ സൺസെറ്റിന് തൊട്ട് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു റിസൺ ആയി എന്ന് മനസ്സിലാക്കാം. അതാണ് ഓൾറെഡി ഗോൺ, ഒപ്പഴേ പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ടൈം നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കംപ്ലീറ്റ് ആകുന്ന സമയം തന്നെ കർത്താവ് യേശു ക്രിസ്തു അത് കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവിടെ ഉണ്ടാകുകയാണ്. താൻ റിസറക്റ്റ് ആയി വരുന്നതായിട്ട് നമുക്ക് അത് ടൈം ലൈൻ വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് നോക്കാം. അവിടെ എങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഫസ്റ്റ് നൈറ്റ്, നമ്മൾ ഫസ്റ്റ് പാർട്ടല്ല, ആക്ച്വലി ഇതൊരു കൺട്രോൾഡ് ആയിരുന്നു, കുറച്ച് ഇതിനകത്ത് കൺട്രോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ആവില്ല. ഫസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ നോക്കാം. ഫസ്റ്റ് നൈറ്റ് വെനസ്ഡേ നൈറ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ ലിറ്ററലി എഴുതിയതാണ്. ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് വെനസ്ഡേ നൈറ്റ് ആയിരിക്കും. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് തേഴ്സ്ഡേ ഡേ ആണ്. സെക്കൻഡ് നൈറ്റ് എന്ന് പറയുന്നത് തേഴ്സ്ഡേ നൈറ്റ് ആണ്. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ഡേ ആണ്. തേർഡ് നൈറ്റ് എന്ന് പറയുന്നത് ഫ്രൈഡേ നൈറ്റ് ആണ്. തേർഡ് ഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ഡേ. ആക്ച്വലി ഇത് കഴിഞ്ഞ ശേഷമാണ് ആക്ച്വലി ട്രാൻസ്ലേഷനിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇങ്ങനെ ഓക്കെ. അപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വെനസ്ഡേ നൈറ്റ് ഫസ്റ്റ് നൈറ്റ് ആണ്. അപ്പം കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശീകരിച്ച് ആ ദിവസം നൈറ്റ്, ആദ്യത്തെ നൈറ്റ് തേഴ്സ്ഡേ, പിന്നെ അടുത്ത മോർണിംഗ് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ ഡേ ഫസ്റ്റ് ഡേ ആണ്. അത് സെൻസെറ്റോട് കൂടി പുതിയൊരു നൈറ്റ് ആരംഭിക്കുന്നു, അത് തേഴ്സ്ഡേ നൈറ്റ് ആണ്. ദെൻ സെക്കൻഡ് ഡേ വരുന്നത് ഫ്രൈഡേ ഡേ ആണ്. ദെൻ തേർഡ് നൈറ്റ് എന്ന് പറയുന്നത് ഫ്രൈഡേ ആ ദിവസം തന്നെ നൈറ്റ് ദിവസമാണ്. ദെൻ തേർഡ് ഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ഡേ ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 3 days, അതാണ് ജസ്റ്റ് ജീസസ് വാസ്, അതാണ് ഇപ്പോൾ ആദ്യ ഭാഗത്ത് കാണുന്നത്. Jesus was put in the grave when sun was going down on Wednesday evening, that is just before the holy day began. അതായത് ഹൈ ഡേക്ക് ജസ്റ്റ് ബിഫോർ ആ ദിവസമാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരം അവിടെ കൊണ്ടുവെക്കുന്നത്. അതിനുശേഷം ദെൻ അതാണ് കാണുന്നത്. ദെൻ ജസ്റ്റ് ബിഫോർ ദ sun went down on Saturday evening, Jesus Christ was resurrected from the dead. അതായത് സാറ്റർഡേ ഈവനിങ്ങിന്റെ സൺ താഴ്ന്നതിന് തൊട്ട് മുമ്പ്, അതാണ് ജസ്റ്റ് ബിഫോർ, അപ്പോഴേ അത് കറക്റ്റ് ആയിട്ട് വരികത്തുള്ളൂ. ജസ്റ്റ് ബിഫോർ ദ സൺസെറ്റ് ഓഫ് സാറ്റർഡേ ഈവനിങ്, ശനിയാഴ്ചയുടെ ഈവനിങ്ങിന്റെ സൺസെറ്റ് തൊട്ട് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ദാറ്റ് ഈസ് എക്സാക്ട്ലി 3 days and 3 nights വരുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു എക്സാക്ട് പോയിന്റ് ടു പോയിന്റ് പറയുമ്പോൾ ഇതാണ്, ഇങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് എക്സാക്ട്ലി 3 days and 3 nights. അങ്ങനെ ഫ്രം ദ ടൈം ഹി വാസ് പുട്ട് ഇൻ ദ ടോം ടു ദ ടൈം ഹി വാസ് റിസറക്ട്, അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ സിപ്പൽക്കറിൽ കൊണ്ട് ശവകുടീരത്തിൽ കൊണ്ട് വെക്കുന്ന സമയം മുതൽ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന ആ സമയം വരെ, അതാണ് ഇമ്പോർട്ടന്റ് ആയ വിഷയം. അപ്പം ഈ ഭാഗം ഇത്രയുമാണ് 3 days and 3 nights കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.